നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഒരു രാജ്യം ഒരു നിയമം എന്ന ലക്ഷ്യവുമായി ബിജെപിയുടെ യൂണിഫോം സിവിൽ കോഡ് അജണ്ട വീണ്ടും ചർച്ചയാവുകയാണ്. വേണ്ടത്ര അംഗബലമില്ലാത്തതിനാൽ രാജ്യവ്യാപകമായി UCC കൊണ്ടുവരാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടെങ്കിലും ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ നടപ്പാക്കാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ല. അങ്ങനെ സ്വാതന്ത്ര്യത്തിന് ശേഷം പൊതുവ്യക്തി നിയമം നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് ഇന്ന് മാറി. BJP അധികാരത്തിലുള്ള മറ്റ് സംസ്ഥാനങ്ങൾ UCCയിലേക്കുള്ള പാതയിലാണ്. രാജ്യത്തെ വിഭജിക്കാനുള്ള തന്ത്രമെന്ന പ്രതിപക്ഷ ആരോപണം കണക്കിലെടുക്കാതെയാണ് BJP മുന്നോട്ടു പോകുന്നത്. ഏകീകൃത സിവിൽ കോഡിനെ എതിർക്കുന്ന പ്രതിപക്ഷവാദത്തിൽ കഴമ്പുണ്ടോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രൈം ഡിബേറ്റിൽ ശ്രീ ഷാബു പ്രസാദ്, ശ്രീ രാഹുൽ ഈശ്വർ, അഡ്വക്കേറ്റ് BN ഹസ്ഗർ, ശ്രീ റോണി കെ ബേബി എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ ഷാബു പ്രസാദ്, അങ്ങനെ ഉത്തരാഖണ്ഡിൽ പൊതുവ്യക്തി നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഇനി BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും UCC നടപ്പിലാക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം BJP അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കും എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതുമാത്രമല്ല, അതാത് സംസ്ഥാനങ്ങളിലെ BJP നേതൃത്വവും അതുപോലെ തന്നെ മുഖ്യമന്ത്രിമാരുമൊക്കെ ഞങ്ങൾ അതിനുള്ള പാതയിലാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ രാജ്യവ്യാപകമായി നടപ്പാക്കുവാൻ ഇപ്പോഴും സാധ്യമല്ലാത്ത ഒരു സാഹചര്യമല്ലേ ഇപ്പോഴുള്ളത്? ഇല്ല, രാജ്യവ്യാപകമായി നടപ്പാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഭരണഘടനാ ഭേദഗതി ആവശ്യമാണത്. ആ ഭരണഘടനാ ഭേദഗതിയിലേക്ക് തന്നെ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ അത് BJPയുടെ ഒരു പ്രഖ്യാപിത നയമാണ്, ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനമാണ്. അങ്ങനെ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിലും ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങളും എല്ലാം ഓരോന്നോരോന്നായി BJP നടപ്പാക്കിയിട്ടുണ്ട്, ഈ സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട്. അത് ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, GST ഇവിടെ നടപ്പാക്കി. GST നടപ്പാക്കുന്ന സമയത്ത് BJPക്ക് ആവശ്യത്തിന് അംഗബലം ഉണ്ടായിരുന്നു, ഭരണഘടനാ ഭേദഗതിയായിരുന്നു. കോൺഗ്രസ് ആദ്യം ഉടക്കി തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. പക്ഷേ ആ ഭരണഘടനാ ഭേദഗതി നടപ്പാക്കി. അതേപോലെ ആർട്ടിക്കിൾ 370 നടപ്പാക്കി. 3-2 ഭൂരിപക്ഷം ഉണ്ടായിരുന്നു BJPക്ക് രാജ്യസഭയിൽ. BJPക്ക് ആവശ്യത്തിന് ഭൂരിപക്ഷം പോലും ഉണ്ടായിരുന്നു. പക്ഷെ അത് നടപ്പാക്കി. അങ്ങനെ ഓരോന്നോരോന്നായി അംഗബലമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു ഫാക്റ്റാണത്. പക്ഷേ അത് മാനേജ് ചെയ്യാനുള്ള ആ ഒരു കരുത്തും കഴിവും BJP പലവട്ടം തെളിയിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ ഇവിടെ ഇക്കാര്യത്തിൽ ഏകീകൃത സിവിൽ കോഡിന്റെ കാര്യത്തിൽ അത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ തൽക്കാലം ഒതുങ്ങി നിൽക്കുകയുള്ളൂ. പക്ഷേ ഉത്തരാഖണ്ഡിന് പിന്നാലെ മറ്റ് സംസ്ഥാനങ്ങളും ഏകീകൃത സിവിൽ കോഡിന്റെ പാതയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നത് ശരി തന്നെയാണ്. പക്ഷേ ഇപ്പോഴും ഇക്കാര്യത്തിൽ ഒരു സമവായത്തിലേക്ക് പോയിട്ടില്ലല്ലോ. നടപ്പിലാക്കണോ വേണ്ടയോ എന്നുള്ളത്. ഉത്തർപ്രദേശ് നടപ്പിലാക്കിയേക്കാം അടുത്തതായിട്ട്. മറ്റ് സംസ്ഥാനങ്ങളിലും ഒരു മടിയുണ്ടോ ഇക്കാര്യത്തിൽ? മടിയുടെ പ്രശ്നം കാര്യം ഇത് വളരെ ക്ലിയർ ആയിട്ടാണല്ലോ. ഇത് ഹിഡൻ ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. BJPയുടെ ഓപ്പൺ ആയിട്ടുള്ള അജണ്ടയാണല്ലോ. അത് വളരെ കൃത്യമാണല്ലോ സംഭവം. എത്രയോ കാലമായിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് അവിടെ മടിയുടെയും കാര്യങ്ങളൊന്നും. പക്ഷെ 2024 ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് പോകാത്തതും ആ 400 എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താത്തതുമൊക്കെ പൊതുവേ UCC ആ സമയത്ത് വലിയ ചർച്ചാ വിഷയമായിരുന്നുവല്ലോ. ഓരോ ഇലക്ഷൻ സമയത്തുമാണല്ലോ UCC വലിയ ചർച്ചാ വിഷയമായി മാറുന്നത്. പിന്നെ അതിൽ തടുക്കുന്നു. ഉത്തരാഖണ്ഡ് നടപ്പിലാക്കുമ്പോഴേക്കും അത് വീണ്ടും ചർച്ചയിലേക്ക് വരികയാണ്. അവിടെ ഇപ്പോൾ അമിത്ഷായുടെ ഏറ്റവും ഒടുവിലത്തെ ഒരു പ്രതികരണം ഇക്കാര്യത്തിലുണ്ട്. BJP നടപ്പിലാക്കാൻ പോകുന്നത് മതേതര സിവിൽ കോഡാണ്, വർഗീയ സിവിൽ കോഡ് അല്ല എന്ന്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അതായത് ഒരു തരത്തിലുള്ള മതപരമായ വേർതിരിവുമില്ലാതെ ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും, എല്ലാ പൗരന്മാർക്കും ഒരേ നിയമം, ഒറ്റ നിയമം. ഇതാണത്. വളരെ ലളിതമാണത്. എന്താ അതിൻ്റെ അകത്ത് ഇത്ര പ്രശ്നം? അതിൻ്റെ അകത്ത് ഇന്നയാൾക്ക് ഇന്ന മതത്തിൽപ്പെട്ടയാൾക്ക് ഇന്ന നിയമം, ഇന്ന മതത്തിൽപ്പെട്ടയാൾക്ക് ഇന്ന നിയമം, അങ്ങനെയൊന്നുമില്ല. അതാണ് വർഗീയത എന്ന് പറയുന്നത്. അതാണ് ശരിക്കും വർഗീയ ചേരിതിരിവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് വളരെ ക്ലിയർ ആണത്. എന്താ അതിൻ്റെ അകത്ത് ഇത്ര സംശയം? അഡ്വക്കേറ്റ് BN ഹസ്കർ, BJP നടപ്പാക്കുന്നത് കൊണ്ട് മാത്രം ഏകീകൃത സിവിൽ കോഡിനെ അംഗീകരിക്കാൻ പ്രയാസമാണ്. അതാണല്ലോ പൊതുവെയുള്ള നിലപാട്. ഏകീകൃത സിവിൽ കോഡിനെ എതിർക്കുമ്പോഴും അതാണല്ലോ അതിൻ്റെ ഒരു കാതൽ എന്ന് പറയുന്നത്. ഇടതുപക്ഷം അതാണ്, ആ ഒരു കാരണം കൊണ്ടാണ്. അതല്ലെങ്കിൽ മുൻപ് ഏകീകൃത സിവിൽ കോഡ് രാജ്യത്ത് നിലവിൽ വരണം എന്നുള്ളത്
CPM-ന്റെ നിലപാടായിരുന്നു. EMS ഒക്കെ എത്രയോ വട്ടം അതിനെപ്പറ്റി പ്രസംഗിച്ചിരിക്കുന്നു, ലേഖനം എഴുതിയിരിക്കുന്നു. പക്ഷെ BJP കൊണ്ടുവരുന്നതാണ് പ്രശ്നം. അതാണല്ലോ അല്ലേ? പക്ഷെ ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ നടപ്പിലാക്കി, മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കടന്നു വരാൻ പോവുകയാണ്. മഞ്ജുഷ്, ഇതില് ഏറ്റവും അടിസ്ഥാനപരമായി കാണേണ്ടത് ഇന്ത്യൻ ഭരണഘടനയുടെ 75 വർഷം കഴിഞ്ഞിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ ഭരണഘടനയെ തന്നെ അപ്രസക്തമാക്കുന്ന തരത്തിൽ ഭരണഘടനയുടെ പ്രായോഗിക തലങ്ങളെ ആകമാനം തകർത്തു കളയുന്ന തരത്തിലുള്ള നിലപാടുകളാണ് പലപ്പോഴും സംഘപരിവാർ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. 100 വർഷങ്ങൾക്ക് മുമ്പ് സംഘപരിവാർ രാഷ്ട്രീയം ആരംഭിക്കുന്ന ഘട്ടത്തിൽ എടുത്തിട്ടുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് BJP ഇപ്പോഴും അധികാരത്തിലെത്തുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യ സങ്കല്പം എന്ന് പറയുന്നത് ഭൂരിപക്ഷത്തിന്റെ ഭരണം മാത്രമല്ല, ന്യൂനപക്ഷത്തിന്റെ ശബ്ദം കൂടി കേൾക്കണമെന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ സങ്കല്പം എന്ന് പറയുന്നത്. ഇവിടെ ന്യൂനപക്ഷ ശബ്ദങ്ങളെ ആകമാനം ഇല്ലായ്മ ചെയ്യുകയും രാജ്യത്ത് ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ശബ്ദങ്ങൾ പോലും കേൾക്കാൻ തയ്യാറാവാതിരിക്കുകയും ചെയ്തൊരു സാഹചര്യം, ആശങ്കാകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഏകീകൃത സിവിൽ കോഡ് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 13 പറയുന്ന മാതിരി രാജ്യത്തെ ഭരണഘടന നൽകുന്ന ആർട്ടിക്കിൾ 25 നൽകുന്ന അവകാശത്തെ ഹനിച്ചുകൊണ്ട് ഒരു സംസ്ഥാനം ഒരു നിയമം പാസാക്കിയിരുന്നു. ഇത് എത്രത്തോളം നിയമപരമായി ശരിയാകും എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ നിയമപരമായി തന്നെ പോരാട്ടം നടത്തേണ്ട സാഹചര്യം കൂടി നിലനിൽക്കുന്നു. പക്ഷെ കോടതികളിൽ നിന്ന് മുൻപ് വന്നിട്ടുള്ള, സുപ്രീം കോടതിയിൽ നിന്ന് പ്രത്യേകിച്ച് വന്നിട്ടുള്ള വിധികൾ വെച്ച് നോക്കുമ്പോൾ ഈ പൊതു വ്യക്തി നിയമം എന്നുള്ളത് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, 44-ാം അനുച്ഛേദത്തിൽ ഉള്ളതാണ് നിർദ്ദേശക തത്വമായിട്ട്. അപ്പോൾ അത് നടപ്പിലാക്കണമെന്ന് ഉത്തരവിടാൻ പറ്റില്ലല്ലോ, നടപ്പിലാക്കേണ്ടതാണ് എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതാണല്ലോ അഡ്വക്കേറ്റ് BN ഹസ്കർ. അപ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമായി മാറുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഇത് സംബന്ധിച്ച് സുദീർഘമായ ചർച്ചകൾ നടന്നിരുന്നു? 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്ത ചർച്ചകളിൽ ഇത് സംബന്ധിച്ച് അന്ന് രാഷ്ട്രീയ നേതാക്കന്മാരും ഈ വിഷയത്തെ സംബന്ധിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് ഏകീകൃത സിവിൽ കോഡ് നിർദ്ദേശക തത്വങ്ങളിൽ മാത്രം വെച്ചു? എന്തുകൊണ്ട് അത് മറ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സിലോ മറ്റ് ഒരിടത്തും വെച്ചില്ല എന്നുള്ളതല്ലേ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ചോദ്യം. നിർദ്ദേശക തത്വങ്ങളിൽ വെക്കുന്നതിനുള്ള അടിസ്ഥാനപരമായ ഭരണഘടനാ അസംബ്ലിയിൽ നടന്ന ചർച്ചകളുടെ കാതൽ എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മതേതര രാജ്യം. ഇന്ത്യ ഒരു മതേതര രാജ്യം ആയി നിലനിൽക്കണമെങ്കിൽ വ്യത്യസ്ത മതവിഭാഗങ്ങൾ അനുഭവിച്ചു വരുന്ന വ്യക്തി നിയമങ്ങൾ കൂടി ബാധകമായേ മതിയാകൂ. എന്തുകൊണ്ടൊരു വ്യക്തി നിയമം രൂപപ്പെടുന്നത് എങ്ങനെയെന്നാൽ അത് നിലവിൽ എഴുതപ്പെട്ടിരിക്കുന്ന നിയമം മാത്രമല്ല, നിലവിൽ ഒരു സമൂഹം അനുവർത്തിച്ചു വരുന്ന കാലാകാലങ്ങളായി അനുവർത്തിച്ചു വരുന്ന നിയമങ്ങൾ കൂടി ബാധകമാകുന്നതാണ് നിയമം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ അല്ലല്ല, ഈ ഒരു മതനിരപേക്ഷ രാജ്യത്ത് എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണണം എന്നുള്ളതാണല്ലോ. അപ്പോൾ എല്ലാ മതങ്ങൾക്കും ഒരേ നിയമം എന്നുള്ളത് അതാണല്ലോ ശരിയായ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പുരോഗതിയുടെ ഈ കാലത്ത്, പുരോഗമന കാലത്ത് അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, എല്ലാവർക്കും ഒരേ നിയമം എന്നുള്ളത്. അത് പക്ഷേ CPM-നും അത് ശരിയാണെന്ന് തോന്നിയിരുന്നു ഒരു ഘട്ടത്തിൽ. പക്ഷെ BJP അധികാരത്തിലിരിക്കുന്നത് കൊണ്ട് മാത്രം ആ നിലപാടിൽ മാറ്റം വന്നതല്ലേ? അത് സംബന്ധിച്ചുകൂടെ നിങ്ങൾക്ക്? അങ്ങനെയല്ല, അതില് അടിസ്ഥാനപരമായി എങ്ങനെയാണ് BJP ഓരോ നിയമം, ഇപ്പോ നേരത്തെ ഷാബു പ്രസാദ് തന്നെ സൂചിപ്പിച്ചു, ഭരണഘടനയുടെ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞുകൊണ്ട് പാർലമെന്റിൽ അമിത്ഷാ തന്റെ പോക്കറ്റിൽ നിന്ന് ഉയർത്തി ഒരു ബില്ലെടുത്ത് ചർച്ചകൾക്ക് പോലും സാധ്യതയില്ലാത്ത തരത്തിൽ ആ ബില്ല് അവതരിപ്പിക്കുകയായിരുന്നു. അത് നാം ഇന്ത്യ ഒട്ടാകെ കണ്ടതാണ്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? അതുപോലെ ഇത് സമവായത്തിനുള്ള സാഹചര്യം പോലും സൃഷ്ടിക്കാതെ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കണം എന്ന ലക്ഷ്യത്തിൽ മതേതരത്വം ഭരണഘടനയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യണം എന്നുള്ള അർത്ഥത്തിൽ ആണ് ആ രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്കാണ് BJPയും RSSും നടന്നു പോകുന്നത്. അതിനെയാണ് ഇടതുപക്ഷം എതിർക്കുന്നത്, വിശിഷ്യ CPM എതിർക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഇക്കാര്യത്തിൽ അഭിപ്രായം പറയുന്നത് ഏകീകൃത സിവിൽ കോഡ് വരുന്നത് കൊണ്ട് എന്തു ലക്ഷ്യം സാഫല്യമാകുന്നു എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള ചോദ്യം. എന്തു ലക്ഷ്യമാണ്? സ്ത്രീകളുടെ സ്വത്തവകാശത്തെ സംബന്ധിച്ചോ, സ്ത്രീകളുടെ സുരക്ഷയെ സംബന്ധിച്ചോ, സ്ത്രീകൾക്ക് ലഭിക്കാൻ പോകുന്ന ആനുകൂല്യത്തെ സംബന്ധിച്ചോ ആണോ BJP ആശങ്കപ്പെടുന്നത് എന്നുള്ളതാണ്. സ്ത്രീ സുരക്ഷയ്ക്ക് മറ്റിതര മാർഗങ്ങളുണ്ട്. 1935 മുസ്ലിം വ്യക്തി നിയമത്തെ സംബന്ധിച്ചിടത്തോളം ആ നിയമത്തിൽ കാലാനുസൃതമായ പരിഷ്കരണം നടത്തിയാൽ മാത്രം മതിയാവും. മാത്രമല്ല, എന്തുകൊണ്ട് പല നിയമങ്ങളും കാലാനുസൃതമായി
അമെന്റ്മെന്റുകൾക്ക് വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളതൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ രാജ്യത്ത് നിലവിലുന്ന സമുദായങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്ന പരമപ്രധാനമായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പലപ്പോഴും പല നിയമങ്ങളും അമെന്റ് ചെയ്യുകയും ഉത്ഭവിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇവിടെ അനാചാരങ്ങൾ ഇല്ലായ്മ ചെയ്യില്ല. ഉദാഹരണത്തിന് മുത്തലാഖ്. ഈ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന മുത്തലാഖ് എന്ന് പറയുന്ന നിയമം ഇല്ലായ്മ ചെയ്തു. മുത്തലാഖ് എന്ന് പറയുന്ന അനാചാരം ഇല്ലായ്മ ചെയ്തു. അത് സ്വാഗതാർഹമാണ്. പക്ഷേ രാജ്യത്തെ വിവാഹ നിയമങ്ങളിൽ എവിടെയെങ്കിലും ഒരു വ്യക്തി ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാവുമെങ്കിൽ അത് മുസ്ലിങ്ങൾ മാത്രമാണ്. മുത്തലാഖ് ചെയ്യപ്പെടുന്ന ആൾ വിവാഹമോചനം നടത്തുന്ന ഘട്ടത്തിൽ ക്രിമിനൽ കേസിൽ പ്രതിയാകുന്നത് മുസ്ലിങ്ങൾ മാത്രമാണ്. അത്തരത്തിൽ ഉള്ള സ്പർദ്ധകൾ വരുത്തുന്നതും അരികുവൽക്കരിക്കുകയും ചെയ്യുന്ന നീക്കങ്ങൾ അരുത് എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് RSS നടപ്പിലാക്കാൻ പോകുന്ന ഏകീകൃത സിവിൽ കോഡിനെ വളരെ ശക്തിയുക്തം എതിർക്കേണ്ടി വരും. പക്ഷെ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഈ മുസ്ലിങ്ങളുടെ മാത്രം വ്യക്തി നിയമം എടുത്തു കളയുന്നു എന്ന രീതിയിൽ സംസാരിക്കുന്നതുകൊണ്ടല്ലേ ഈ വിവേചനമുണ്ട് എന്ന തോന്നൽ വരുന്നത്? അത് എല്ലാ സമുദായങ്ങൾക്കും വ്യക്തി നിയമങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ അതിന്റെ കരട് പോലും കാണുന്നതിന് മുൻപ് ഇത് ഹിന്ദു രാഷ്ട്രത്തിന്റെ പാതയിലേക്കുള്ള പോക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എതിർക്കുന്നത്. അത് ഈ BJPയുടെ മുൻ ചെയ്തികൾ അല്ലേ? അതാണല്ലോ നിങ്ങളുടെ മനസ്സിലുള്ളത്. അല്ല, ഒന്ന് എന്തുകൊണ്ട് RSS ഇങ്ങനെ പറയുന്നു, BJP ഇങ്ങനെ പറയുന്നു എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. എന്തുകൊണ്ട് വ്യക്തി നിയമങ്ങളിൽ മേൽ, ഉദാഹരണത്തിന് നേരത്തെ ഒരു കുട്ടിയെ ദത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഹിന്ദുക്കൾക്കും സിഖുകാർക്കും മാത്രമേ കുട്ടികളെ ദത്തെടുക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ അത് വഴിമാറിയത് ദത്തെടുക്കൽ നിയമത്തിന് ശേഷം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് വരുന്ന ഘട്ടത്തിൽ മാത്രമാണ് രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങൾക്കും കുട്ടികളെ ദത്തെടുക്കുന്ന നിയമപരമായി അനുമതിയുള്ളത്. മാത്രമല്ല, മുസ്ലിം സ്ത്രീകൾ ആസ്വദിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ വിവാഹ സമയത്ത് ലഭിക്കുന്ന മഹർ എന്ന് പറയുന്ന ഗിഫ്റ്റ് ഉണ്ട്. ആ ഗിഫ്റ്റ് തിരിച്ചു കൊടുക്കേണ്ടതില്ല എന്നുള്ളത് ശരീഅത്ത് നിയമമാണ്. ആ ഗിഫ്റ്റ് തിരിച്ചു കൊടുക്കേണ്ടതില്ല എന്നുള്ള ശരീഅത്ത് നിയമത്തെ ഇല്ലായ്മ ചെയ്യുമ്പോൾ മുസ്ലിം സ്ത്രീകൾ ഇന്നുവരെ അനുഭവിച്ചു വരുന്ന വലിയ ഒരു സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയാണ്. അത് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം കൂടിയാവുന്നു. അപ്പോ എന്ത് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് എന്നല്ല, എന്തൊക്കെ എഴുതി വെക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു മുൻധാരണയോടുകൂടി സമീപിക്കുന്നതാണ്. പക്ഷെ അതിൽ ഒരു ഉദാഹരണം ഇപ്പോൾ മുന്നിൽ വന്നിരിക്കുകയാണ്. ഉത്തരാഖണ്ഡിൽ നടപ്പിലാക്കിയിരിക്കുന്ന, ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന പൊതുവ്യക്തി നിയമം. ശ്രീ റോണി കെ ബേബി, അതിൽ താങ്കൾ അപാകത എന്താണ് കാണുന്നത്? അത് വായിച്ചപ്പോൾ, അതിൻ്റെ ഹൈലൈറ്റ്സ് വായിച്ചു നോക്കിയപ്പോൾ അതിൽ ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ രജിസ്ട്രേഷനെ കുറിച്ചാണ്. വിവാഹം രജിസ്റ്റർ ചെയ്യണം, അതുപോലെ തന്നെ ഈ ദത്തെടുക്കലിൻ്റെ കാര്യം പറഞ്ഞു. എല്ലാവർക്കും തുല്യാവകാശം എന്ന രീതിയിലാണ് അവിടെ ഈ ദത്തെടുക്കലിൻ്റെ കാര്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രജിസ്ട്രേഷൻ ഓരോ മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടല്ലാതെ അതൊരു പൊതു നിയമത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് നല്ല കാര്യമല്ലേ? ഈ ഉത്തരാഖണ്ഡിലെ പൊതു വ്യക്തി നിയമത്തിൽ എന്തെങ്കിലും അപാകത താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ഈ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് ഇന്ന് പ്രാബല്യത്തിൽ വന്ന ഈ യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡ്, അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് എന്ന് കൃത്യമായി അത് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം തങ്ങൾ എന്തോ ചെയ്തു എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട്. കാരണം BJPയുടെ 3 പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നല്ലോ രാജ്യമെമ്പാടും ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരും എന്നുള്ളത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്, 2ാം മോദി സർക്കാരിന്റെ കാലത്ത് വളരെ ശക്തമായ നീക്കമുണ്ടായി. പക്ഷേ BJP പ്രതീക്ഷിച്ചതിനേക്കാൾ അതിശക്തമായിട്ടുള്ള പ്രതിരോധം NDA സഖ്യകക്ഷികളുടെ ഭാഗത്തു നിന്നും, അതോടൊപ്പം തന്നെ ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ പ്രബലമായിട്ടുള്ള മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒറീസ, ആസാം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് BJPക്കെതിരെ ഉണ്ടായി. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇന്ത്യ എമ്പാടും ഈ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാൻ കഴിയില്ല. പക്ഷേ തങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് വരുത്തി തീർക്കണം. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് ഞാൻ അതിന്റെ നിർദ്ദേശങ്ങളോട് പോയപ്പോൾ എനിക്ക് മനസ്സിലായത് അത് യൂണിഫോം സിവിൽ കോഡ് അല്ല, 1957-58 കാലഘട്ടത്തിൽ പാർലമെന്റ് പാസാക്കിയ, ജവഹർലാൽ നെഹ്റുവിന്റെ ഒക്കെ വലിയ താല്പര്യത്തിൽ പാസാക്കിയ ഹിന്ദു കോഡ് ബില്ലിന്റെ മറ്റൊരു പതിപ്പ്. ആ ഹിന്ദു കോഡ് ബില്ല് തന്നെ വീണ്ടും കൊണ്ടിരിക്കുക. ഇപ്പോൾ BJP ഇതിന്റെ അകത്ത് തീർച്ചയായിട്ടും നന്ദി പറയേണ്ടത് ജവഹർലാൽ നെഹ്റുവിനോടാണ്. ഞങ്ങൾക്ക് ഇവിടെ കൃത്യമായി ചൂണ്ടിക്കാണിക്കാം എന്തുകൊണ്ടാണ് അവർ ഉത്തരാഖണ്ഡ് തെരഞ്ഞെടുത്തത്. ഇതിനകത്തൊരു കൃത്യമായ കാരണമുണ്ട്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പരീക്ഷണ ഭൂമിയായ 3-2 ഭൂരിപക്ഷവും 4-3 ഭൂരിപക്ഷവുമുള്ള ഗുജറാത്തോ മറ്റു പ്രദേശങ്ങളോ ഒന്നും അല്ല ഇവർ തെരഞ്ഞെടുത്തത്. കാരണം ഇന്ത്യയിൽ ഒരു മോണോലിത്തിക് സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അത് ഉത്തരാഖണ്ഡാണ്. കാരണം അവിടുത്തെ ജനസംഖ്യയുടെ 90% വരുന്ന ഹിന്ദു പോപ്പുലേഷൻ
അതിന്റെ ബഹുഭൂരിപക്ഷം എന്ന് പറയുന്നത് 2-3 ജാതികളാണ്. ഇന്ത്യ മറ്റൊരിടത്തും ഇങ്ങനെ കാണാൻ സാധിക്കില്ല. അവിടുത്തെ ജനസംഖ്യയുടെ ഞാൻ പറയുന്നത് അവിടുത്തെ ടോട്ടൽ പോപ്പുലേഷനാണ്, നോട്ട് ഹിന്ദു പോപ്പുലേഷൻ. ഠാക്കൂർമാർ എന്ന് പറയുന്നത് 35%, ബ്രാഹ്മൺസ് എന്ന് പറയുന്നത് 25%, SC പിന്നെ ഈ ഷെഡ്യൂൾ കാസ്റ്റ് വിഭാഗം എന്ന് പറയുന്നത് 19%. അവർ തന്നെ ഓൾറെഡി വല്ലാണ്ട് റിഫോംഡ് ആണ്. കാരണം ആര്യ സമാജിന്റെ ഒക്കെ ഏറ്റവും വലിയ പ്രവർത്തനം നടന്നൊരു മേഖലയാണ് ഈ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത്. പിന്നെയുള്ള ST പോപ്പുലേഷൻ എന്ന് പറയുന്നത് 4% താഴെയുള്ളൂ. അവരെ ഇതിനകത്ത് ഒഴിവാക്കിയിരിക്കുന്നു. അവിടുത്തെ 13 ജില്ലകളിൽ, ഉത്തരാഖണ്ഡിലെ 13 ജില്ലകളിലും അവിടെ ഹിന്ദു പോപ്പുലേഷനാണ് കൂടുതലായിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഒരു പ്രശ്നമില്ല ഇത് നടപ്പാക്കാനായിട്ട്. കാരണം നമ്മളെന്താണ് യൂണിഫോം സിവിൽ കോഡിന്റെ ഉദ്ദേശ ലക്ഷ്യം? നിരവധി വൈവിധ്യങ്ങളുടെ മുകളിൽ ഒരു ഏകീകൃത സ്വഭാവം കൊണ്ടിരിക്കുക, ഒരു യൂണിഫോമിറ്റി കൊണ്ടിരിക്കുക. അവിടെ ഓൾറെഡി തന്നെ യൂണിഫോമിറ്റി ഇംപ്ലിമെന്റഡ് ആണ്. ആരുടെ ഭാഗത്ത് ഒരു എതിർപ്പുണ്ടാകാൻ പോകുന്നില്ല. എന്നിട്ട് അവർ പറയുന്നു ഞങ്ങൾ 4% ഉള്ള ട്രൈബൽ വിഭാഗങ്ങൾ ഇതിനകത്ത് പിന്നെ ഒഴിവാക്കി. ഇവിടെ BJP നേരിടുന്ന ഏറ്റവും പ്രശ്നം എന്താണെന്നറിയോ? ഈ ഉത്തരാഖണ്ഡ് കൊണ്ട് ഈ പറയുന്ന യൂണിഫോം സിവിൽ കോഡ് അല്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദു കോഡ് ബിൽ ഓൾറെഡി തന്നെ നടപ്പാക്കിയാണ്. ഇവിടെ എന്നോട് മഞ്ജുഷ ചോദിച്ച ചോദ്യം, കാരണം ഇതിനകത്ത് പുതിയതായിട്ടൊന്നുമില്ല, എന്താ വിഭാഗങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഓൾറെഡി തന്നെ നിലനിൽക്കുന്നത് തന്നെ. വിഭാഗ പ്രായം 21-18, പുരുഷന്മാർക്ക് 21-18. അതിനകത്ത് എന്താ പുതുമയുള്ളത്? ബഹുഭാര്യത്തെ നിരോധിക്കണം. ഇതെല്ലാം ഈ പറയുന്ന ഹിന്ദു കോഡ് ബില്ലിലുണ്ട്. ശൈശവ വിവാഹം നിരോധിക്കണം. അല്ല, ഇതിനകത്ത് എന്താണ് ഇപ്പോൾ കോൺഗ്രസ് ഇതിനെ എതിർക്കുകയാണല്ലോ, ഉത്തരാഖണ്ഡിൽ ഇങ്ങനെ പൊതു വ്യക്തി നിയമം നിലവിൽ വന്നതിനെ. ഈ ബഹുഭാര്യാത്വത്തിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ അതിൽ എന്തിനാണ് അതിനൊത്തിരി എതിർപ്പ് പറയുന്നത്? നിലവിലുള്ള കാര്യങ്ങളാണെങ്കിൽ അതിനെ എതിർക്കുന്ന ഏത് ഘടകമാണുള്ളത്? രജിസ്റ്റർ ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നു, ബഹുഭാര്യത്വം ഒഴിവാക്കണം എന്നുള്ള കാര്യം പറയുന്നു, അതുപോലെ ഈ ദത്തെടുക്കലിന്റെ കാര്യത്തിൽ നിലവിലുള്ള നിയമത്തിന്റെ കാര്യത്തിലേക്ക് തന്നെ അതിലൂന്നിയുള്ള പൊതു വ്യക്തി നിയമം വരുന്നു. ഇതിലെവിടെയാണ് എതിർക്കപ്പെടേണ്ട കാര്യങ്ങളുള്ളത്? ഇപ്പോൾ നമ്മൾ ഉത്തരാഖണ്ഡിലെ വിഷയത്തിൽ നിന്ന് മാറി നിന്ന് ഈ യൂണിഫോം സിവിൽ കോഡിനെ ഒരു ദേശീയ തലത്തിൽ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ആദ്യം തൊട്ട് തന്നെ പരിശോധിച്ചാൽ ഇത് വളരെ കൃത്യമായി തന്നെ ഒരു BJPയുടെ രാഷ്ട്രീയം, BJP രാഷ്ട്രീയത്തിനപ്പുറം ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള ഒരു RSS രാഷ്ട്രീയം. കാരണം എന്താ, ഏകശിലാത്മകമായിട്ടുള്ള, ഇവിടെ ബഹുമാനപ്പെട്ട സൗപ്രസാദ് പറഞ്ഞു ഇവിടെ GST നടപ്പാക്കി. അതുപോലെ തന്നെ ഒരു രാജ്യം ഒരു മതം, ഒരു രാജ്യം ഒരു ഭാഷ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. ഇതാണ് ഇവരുടെ അജണ്ട എന്ന് പറയുന്നത്. ഇന്ത്യ മുഴുവൻ ഒരു ഏകശിലാത്മകമായി. അവിടെയാണ് RSS പ്രത്യയശാസ്ത്രത്തോടെ ഞങ്ങൾ എതിർക്കുന്നത്. RSS ഇന്ത്യ മുഴുവൻ ഏകശിലാത്മകമായി കാണുമ്പോൾ ഞങ്ങൾ പറയുന്നത്, കോൺഗ്രസ് വിശ്വസിക്കുന്നത് ഈ രാജ്യം എന്ന് പറയുന്ന വൈവിധ്യങ്ങളുടെ ഒരു ഭൂമികയാണ്. ഈ രാജ്യത്തിന് വ്യത്യസ്തത. ഞാൻ ഇവിടെ കൃത്യമായി ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോൾ അമിത്ഷാ തന്നെ അവിടുന്ന് പുറകോട്ട് പോയത്? കാരണം ഈ യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയിൽ നടപ്പാക്കാൻ പോയാൽ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ പോലും നടപ്പാക്കാൻ പോകുന്നില്ല. കാരണം എന്താണെന്നറിയോ, ഇന്ത്യയുടെ 10-ൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ അവിടെ ട്രൈബൽ പോപ്പുലേഷൻ ആണ് മജോറിറ്റി എന്ന് പറയുന്നത്. ഇവിടെ മിസോറാം 95% പോപ്പുലേഷൻ ട്രൈബ്സ് ആണ്. നാഗാലാൻഡ് 87%, മേഘാലയ 87%, അരുണാചൽ 69%, മണിപ്പൂർ 41%. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എതിർത്തിട്ടുമുണ്ട് ഇക്കാര്യത്തിൽ. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ എതിർപ്പിനെ മറികടക്കുവാനായിട്ട് സാധിക്കുമോ എന്ന് തോന്നുന്നില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ രാഹുൽ ഈശ്വർ, മതസ്വാതന്ത്ര്യത്തെയും ആചാര അനുഷ്ഠാനങ്ങളെയും കോഡ് ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളതൊരു പ്രധാന ചർച്ചാ വിഷയമാണ്. അതുപോലെ ഹിന്ദു കോഡാണ് നടപ്പാക്കുന്നത്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഉയർന്നു കേൾക്കുന്നത്. താങ്കൾ യോജിക്കുന്നുണ്ടോ ഇതിനോട്? എനിക്ക് 2 മിനിറ്റ് തരണം. ഒന്ന്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മതേതരവാദിയായ നെഹ്റുജി യൂണിഫോം സിവിൽ കോഡിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭരണഘടനാ വിദഗ്ധനായ ബാബാ സാഹേബ് അംബേദ്കർ യൂണിഫോം സിവിൽ കോഡിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ ശ്രീ EMS നമ്പൂതിരിപ്പാട് യൂണിഫോം സിവിൽ കോഡിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. ഇന്ത്യയിലെ എല്ലാ സുപ്രീം കോടതി ജഡ്ജിമാരും യൂണിഫോം സിവിൽ കോഡിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ആധുനിക കാലത്ത് നമ്മുടെ വിശ്വപൗരൻ ശ്രീ ശശി തരൂർ സാർ വെളിയിൽ എപ്പോഴും പറയില്ലെങ്കിലും യൂണിഫോം സിവിൽ കോഡിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. BJPയുടെ ഏറ്റവും വലിയ മതസൗഹാർദ്ദ മുഖം നമ്മുടെ ശ്രീധരൻ പിള്ള സാറും മുസ്ലിം സമൂഹത്തിലെ ഏറ്റവും പുരോഗമനവാദിയായ വ്യക്തി ആരിഫ് മുഹമ്മദ് ഖാൻ സാറും ഒക്കെ യൂണിഫോം സിവിൽ കോഡിനെ അനുകൂലിക്കുന്ന വ്യക്തികളാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരൊറ്റ മനുഷ്യനെ യൂണിഫോം സിവിൽ കോഡിനെ എതിർത്തിട്ടുള്ളൂ. ഈ നേരത്തെ പറഞ്ഞ എല്ലാവരെ കാട്ടിയും ശരി അദ്ദേഹവുമായിരുന്നു. നെഹ്റുജിയേക്കാൾ, അംബേദ്കർജിയേക്കാൾ, EMS നമ്പൂതിരിപ്പാടിനേക്കാൾ, ശശി തരൂറിനേക്കാൾ ഒക്കെ ശരി ഞാൻ ഗുരുവായി കാണുന്ന എൻ്റെ ഗുരുജി പൂജനീയ സർസംഘ് ചാലക് മാധവ് സദാശിവ് ഗോൾവൽക്കറാണ്. ഗുരുജി ഗോൾവൽക്കറാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ യൂണിഫോം സിവിൽ കോഡ് തെറ്റാണെന്നും അത് ഈ രാജ്യത്തെ നശിപ്പിക്കും എന്നും പറഞ്ഞത്. ഗുരുജി ഗോൾവൽക്കർ പറയുന്നു, ഞങ്ങൾ ഹിന്ദുക്കളുടെ ഇടയിലെ ചില ആൾക്കാർക്ക് മുസ്ലിങ്ങളുടെ ജനസംഖ്യ കൂടുന്നു എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ഈ തെറ്റിദ്ധാരണ കാരണമാണ് അവർ ഈ യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ തെറ്റാണ്. ഹിന്ദു മുസ്ലിം സാഹോദര്യമാണ് ഇന്ത്യക്ക് ആവശ്യം, യൂണിഫോം സിവിൽ കോഡ് അല്ല. ഈ ഏകശിലാത്മകത ഇന്ത്യയെ നശിപ്പിക്കും എന്ന് പറഞ്ഞത് RSSനെ 33 വർഷം നയിച്ച RSSന്റെ ഏറ്റവും കൂടുതൽ കാലം
കാലം സർസംഘ് ചാലകായിരുന്ന ഗുരുജി ഗോൾവൽക്കർ. യഥാർത്ഥത്തിൽ യൂണിഫോം സിവിൽ കോഡ് ഹിന്ദുക്കളുടെ, വിശിഷ്യ സവർണ ഹിന്ദുക്കളുടെ ഒരു കൺട്രോൾ മെക്കാനിസമാണ്. അതായത് നറേറ്റീവിന് ആധിപത്യം കിട്ടാനും ബാക്കിയുള്ളവരെ എല്ലാം ഒന്ന് അടിച്ചിരുത്താനും വേണ്ടി വളഞ്ഞ വഴിയിൽ ഒരു അപ്പർ ഹാൻഡ് നേടാൻ വേണ്ടി ഞങ്ങളടക്കം കളിക്കുന്ന ഒരു പൊറാട്ട് നാടകമാണ് ഈ യൂണിഫോം സിവിൽ കോഡ്. ഈ ചർച്ചയിൽ തന്നെ ഇരിക്കുന്നത് ഇപ്പം എന്താ, റോണി ബേബി സാറും ഹസ്കർ സാറും ഒക്കെ മതേതരവാദികളാണ്. നമ്മുടെ ഷാബു സാർ ദേശീയവാദിയാണ്. ഞാൻ കയ്യിൽ സ്വസ്തികം പച്ച കുത്തുന്ന ജാതിവാദിയും മതവാദിയും ആര്യ ബ്രാഹ്മണ സവർണ ഹിന്ദു വലതുപക്ഷ ആക്ടിവിസ്റ്റാണ്. എനിക്ക് ഞങ്ങളുടെ ഇടയിലുള്ള തീവ്ര സ്വരക്കാരുടെ മനസ്സറിയാം. അവർ പറയുന്നത് മുസ്ലിം ജനസംഖ്യ ഭയങ്കരമായിട്ട് കൂടുന്നു, അതുകൊണ്ട് നമുക്ക് യൂണിഫോം സിവിൽ കോഡ് വേണമെന്നാണ്. ഇത് യഥാർത്ഥത്തിൽ തികച്ചും തെറ്റും വസ്തുതാവിരുദ്ധവുമാണ്. യഥാർത്ഥത്തിൽ മുസ്ലിം ജനസംഖ്യ കൂടുകയല്ല, ഹിന്ദു ജനസംഖ്യ ക്രമാതീതമായി കുറയുകയാണ്. അതായത് ഹിന്ദു ജനസംഖ്യ 2.1 എന്ന ഫെർട്ടിലിറ്റി റേറ്റിൽ താഴോട്ട് പോവുകയാണ്. ഈ താഴോട്ട് പോകുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും ആ വിഷയത്തിനെ അഡ്രസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും വളഞ്ഞ വഴിയിൽ മുസ്ലിം ജനസംഖ്യ കുറയ്ക്കാനുള്ള ശ്രമമാണ്. ഇതിന്റെ പ്രശ്നം ഇത് വലതുപക്ഷക്കാരും ഇടതുപക്ഷക്കാരും തുറന്നു പറയാൻ പഠിക്കും. ഏതെങ്കിലും സാങ്കേതികത്വത്തിന്റെ വാദത്തിൽ പോയി കടിച്ചു തൂങ്ങും. ഇത് പറഞ്ഞത് രാഹുൽ ഈശ്വർ അല്ല, RSSനെ ഏറ്റവും കൂടുതൽ കാലം നയിച്ച RSS BJPയുടെ ഹൈറാർക്കിയിൽ യഥാർത്ഥത്തിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന വ്യക്തികളിൽ ഒരാളായ ഗുരുജി ഗോൾവൽക്കർ KR മൽക്കാനിക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നതാണ്. എന്നിട്ട് ഗുരുജി പറയുന്നുണ്ട്, എല്ലാ മതങ്ങളിലും പരിഷ്കരിക്കേണ്ട കുറെ കാര്യങ്ങൾ വരും. ആ പരിഷ്കരിക്കേണ്ട കാര്യങ്ങൾ ഉള്ളിൽ നിന്ന് ഉയർന്നു വരണം, അവരുടെ ആന്തരികതയിൽ നിന്ന് ഉയർന്നു വരണം. താങ്കളുടെ നിലപാട് വ്യക്തമാണ്. അതായത് യൂണിഫോം സിവിൽ കോഡ് വരുന്നതിനെ താങ്കൾ എതിർക്കുകയാണ്. അതാണല്ലോ താങ്കളുടെ ഒരു കാര്യം കൂടി, ഗുരുജി ഗോൾവൽക്കറെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് താങ്കൾ പറയുന്നത്. അല്ലല്ല ശ്രീ മഞ്ജുഷ്, ഒരു കാര്യം കൂടി, ഈ യൂണിഫോർമിറ്റി ഇന്ത്യയുടെ ആത്മാവിനെ ഇല്ലാതാക്കും. കാര്യം ഇന്ത്യയുടെ ആത്മാവ് ബഹുസ്വരമാണ്. രാഹുൽ ഈശ്വറിന് മാത്രമല്ല, ഗുരുജി ഗോൾവൽക്കർ പറയുന്നു, ചരിത്രാതീത കാലം മുതൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ബഹുസ്വരതയുണ്ട്. ഈ മനസ്സിലായി, താങ്കൾ ഏകീകൃത സിവിൽ കോഡിനെ എതിർക്കുന്ന നിലപാടുകാരിൽ പെട്ടയാളാണ്. ശ്രീ ഷാബു പ്രസാദ് ഇതിനുള്ള മറുപടി. ഒരു കാര്യം ഞാൻ പറയട്ടെ മഞ്ജുഷ, ഇനി നമ്മൾ ഇതിന് ഞാൻ മറുപടി പറയാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഉണ്ടായി, ഇപ്പോൾ ഈ രാജ്യത്ത് ഈ പറഞ്ഞ യൂണിഫോം സിവിൽ കോഡ് അല്ലെങ്കിൽ ആ യൂണിഫോമിൽ നിന്ന് പുറത്ത് നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ബഹുഭാര്യാത്വം, മുസ്ലിങ്ങൾക്കിടയിലെ ബഹുഭാര്യാത്വം, പിന്തുടർച്ച, ഇത് രണ്ടും ഒഴിച്ച് ബാക്കിയല്ല ഈ രാജ്യത്ത് ഓൾറെഡി യൂണിഫോം സിവിൽ കോഡ് അല്ലേ ഉള്ളത്? എനിക്ക് ധാരാളം മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, ഒരുപാടുണ്ട്. അതായത് ഒന്നിലധികം വിവാഹം കഴിക്കുന്നവരെ ആ കൂട്ടത്തിൽ ആ വിഭാഗം പോലും ഒരു രണ്ടാം തരമായിട്ടോ അല്ലെങ്കിൽ അത് ശരിയല്ലാത്തൊരു കാര്യമായിട്ടോ ആണ് കാണുന്നത്. അതേപോലെ തന്നെ ഈ പെൺകുട്ടികളുടെ അവകാശം, സ്വത്തവകാശത്തിലുള്ള കാര്യം, അതിൻ്റെ അകത്ത് അവർക്ക് നിയമമുണ്ട്. പിതാവ് മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ സ്വത്തവകാശത്തിൻ്റെ കാര്യത്തിൽ ചില നിയന്ത്രണങ്ങളുണ്ട്. ആ നിയമത്തിന്റെ ഇരയാകാതിരിക്കാൻ വേണ്ടി എൻ്റെ പരിചയത്തിലുള്ളവരെല്ലാവരും ചെയ്യുന്നത്, അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പെൺകുട്ടികൾക്ക് ആവശ്യത്തിനുള്ളത് എഴുതി വെക്കുക. കാര്യം തങ്ങളുടെ ഇതിൽ തന്നെയുള്ള ആ ഒരു ദുരാചാരത്തിന്റെ ഇരയാകാൻ തങ്ങളുടെ മക്കളെ അവരനുവദിക്കുന്നില്ല. അതായത് ഫലത്തിൽ ഈ രാജ്യത്ത് ഒരു 99.99% യൂണിഫോം സിവിൽ കോഡ് ഉണ്ട്, പ്രാക്ടിക്കലി ഉണ്ട്. പിന്നെ എവിടെയാണ് ഇവിടെ പ്രശ്നം? ഇനി മറ്റൊരു കാര്യം, ബഹുസ്വരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമങ്ങളിലെ ബഹുസ്വരതയല്ല. ബഹുസ്വരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സാംസ്കാരികമായ വൈവിധ്യങ്ങൾ, ഓരോ പ്രാദേശികമായ വൈവിധ്യങ്ങൾ, ഇതൊക്കെയാണ് ബഹുസ്വരത എന്ന് പറയുന്നത്. തീർച്ചയായും ബഹുസ്വരത എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ, നമ്മുടെ ഭാരതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പക്ഷെ അതിന് ഇതിപ്പോൾ രാഹുൽ ഈശ്വർ ഇവിടെ പറഞ്ഞത് ഒരു ഹിന്ദു നറേറ്റീവ് ആണെന്നാണ്. രാഹുലിന്റെ വാദം താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. അതിൽ ഗോൾവാൾക്കറെയാണ് അദ്ദേഹം കോട്ട് ചെയ്തതും. ഞാൻ പറയാം, ഞാൻ അതിലേക്ക് വരികയാണ്. ഗുരുജി ഗോൾവാൾക്കർക്ക് അദ്ദേഹത്തിന് വ്യത്യസ്തമായ ഒരു നിലപാടുണ്ടായിരുന്നു അക്കാര്യത്തിൽ. അതിൻ്റെ അകത്ത് എന്താ ഇത്ര പ്രശ്നം? RSS അതിനെ അനുവദിക്കുന്നുണ്ടെന്നേ. ഓരോരുത്തർക്കും, ഓരോ സംഘ സ്വയം സേവകനും സ്വന്തമായ വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നതിൽ RSSന് യാതൊരു വിരോധവുമില്ല. അദ്ദേഹം ഇവിടെ പറഞ്ഞ KR മൽക്കാനിയുടെ കാര്യം പറഞ്ഞു. ഇനി ഞാൻ KR മൽക്കാനിയുടെ ഒരു സംഭവം ഞാൻ പറയാം. രാഹുൽ ഈശ്വർ പലയിടത്തും നടന്ന് കൊട്ടുഘോഷിക്കുന്ന ഒരു സംഭവം അത്. ഈ ടിപ്പു സുൽത്താനെ പറ്റിയുള്ള KR മൽക്കാനിയുടെ കാഴ്ചപ്പാട് മഞ്ജുഷിനറിയോ? ഇവിടെ ഉണ്ടായിരുന്ന മറ്റേ സഞ്ജയ് ഖാന്റെ ടിപ്പു സുൽത്താൻ സീരിയൽ ഉണ്ടായിരുന്നല്ലോ, സോഡ് ഓഫ് ടിപ്പു സുൽത്താൻ.
ആ സോഡ് ഓഫ് ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞ സീരിയലിനെതിരെ രാജീവ് ഗാന്ധിയുടെ കാലത്ത് വലിയ എതിർപ്പുകൾ RSSന്റെ ഭാഗത്തു നിന്നുണ്ടായി, സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നുണ്ടായി. 89 VP സിംഗ് അധികാരത്തിൽ വന്നപ്പോൾ, BJPയുടെ പിന്തുണയോടുകൂടി VP സിംഗ് അധികാരത്തിൽ വന്നപ്പോൾ VP സിംഗ് ഒരു കമ്മീഷനെ ഇതിൻ്റെ അകത്ത് വെച്ചു. ഇത് വേണോ വേണ്ടോ എന്ന് പറഞ്ഞുണ്ടോ, ഒരു ഏകാംഗ കമ്മീഷൻ. ആ ഏകാംഗ കമ്മീഷനെ നയിച്ചത് KR മൽക്കാനിയാണ്. ആ KR മൽക്കാനി ഒടുവിൽ എല്ലാവരും വിചാരിച്ചു തീർന്നു, സീരിയലിന്റെ പരിപാടി കഴിഞ്ഞു. പക്ഷെ KR മൽക്കാനി അതിന് അപ്രൂവൽ കൊടുക്കുകയാണ്. അങ്ങനെ സംഘത്തിന്റെ മുതിർന്ന പ്രചാരകനായ ദീർഘകാലം ഓർഗനൈസറിന്റെ ചീഫ് എഡിറ്റർ ആയിരുന്ന ആ KR മൽക്കാനിയുടെ അപ്രൂവലോടുകൂടിയാണ് ഈ രാജ്യത്ത് അവിടെ സംഘപരിവാർ എതിർത്തിരുന്ന സോഡ് ഓഫ് ടിപ്പു സുൽത്താൻ ദൂരദർശൻ സംപ്രേഷണം ചെയ്തത്. അവിടെ KR മൽക്കാനിയെ BJPയോ RSSോ പുറത്താക്കുകയൊന്നും ചെയ്തില്ല. പക്ഷെ KR മൽക്കാനിയെ വിമർശിച്ചുകൊണ്ട് ശക്തമായ ലേഖനങ്ങൾ കേരളത്തിൽ കേസരിയിലടക്കം വന്നു. പക്ഷെ അദ്ദേഹം മുതിർന്ന പ്രചാരകനായി തന്നെ തുടർന്നു. അദ്ദേഹം ഇവിടുത്തെ ആൻഡമാൻ നിക്കോബാറിന്റെ ഗവർണർ ജനറലായി. RSSന്റെ സ്ട്രക്ചർ അതാണ്. RSS അത് അംഗീകരിക്കുന്നുണ്ട്. ഒരു സ്വയം സേവകൻ എന്നുള്ള നിലയിൽ ആ യൂണിഫോം സിവിൽ കോഡിനെതിരെയോ രാജ്യത്തിന്റെ എന്ത് കാര്യത്തിനെതിരെയും സ്വന്തമായ ഒരു കാഴ്ചപ്പാട് ഗുരുജി ഗോൾവൽക്കർക്ക് ഉണ്ടാകുന്നതിന് ഇതിൻ്റെ അകത്ത് എന്താ പ്രശ്നം? അദ്ദേഹത്തിന് ആ കാഴ്ചപ്പാടുണ്ടായിരുന്നു, അദ്ദേഹം അതിനെ പറയുകയും ചെയ്തു. പക്ഷേ RSSന്റെ കാഴ്ചപ്പാട്, RSSന്റെ നയം, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ നയം എന്ന് പറയുന്നത് RSSന്റെ കേന്ദ്ര കാര്യകാരി എടുക്കുന്നതാണ്. അതും വളരെ ക്ലിയറാണ്. പിന്നെ അന്നത്തെ ആ കാലത്ത് ഈ ഇന്റർവ്യൂ നടക്കുന്ന കാലത്ത് ഈ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് അതിന്റെ 60s-ലാണ്, 50-ലോ 50-കളിലോ 60-ലോ 70 70 കാര്യം. അതൊന്നും ഇവിടെ രാജ്യവ്യാപകമായ ഒരു ചർച്ചയോ ഒരു വിവാദ വിഷയമോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല. ഇന്നത്തെ ഒരു സിറ്റുവേഷനേ ആയിരുന്നില്ല അത്. അന്ന് RSS രാഷ്ട്രീയ സ്വയംസേവക സംഘം ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ ഒരു നിലപാടും അറിയിച്ചിരുന്നില്ല. ആ സമയത്ത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാട് പറഞ്ഞു. അതിൻ്റെ അകത്ത് യാതൊരു പ്രശ്നവുമില്ല. ഇവിടെ RSS അതിനെ അനുവദിക്കുന്നുണ്ട് സർ. ശരി, മറുപടി. RSS അനുവദിച്ചല്ല ഗുരുജി ഗോൾവൽക്കർ ഒരു നിലപാടെടുക്കേണ്ടത്. കോൺഗ്രസ് അനുവദിച്ചല്ല ഗാന്ധിജി ഒരു നിലപാടെടുക്കേണ്ടത്. ഗാന്ധിജിയാണ് കോൺഗ്രസിന് മേളിൽ, ഗുരുജിയാണ് RSSന് മേളിൽ. കാര്യം ഗാന്ധിജി ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഗാന്ധിജി ഈ രീതിയിൽ വളർത്തിയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അല്ലെങ്കിൽ പിന്നീട് വന്ന സർസംഘചാലകാണെങ്കിലും ഗുരുജി ഗോൾവൽക്കർ ആണ് യഥാർത്ഥത്തിൽ സംഘത്തെ വളർത്തിയത്. നമ്മുടെ പരമേശ്വർജി അടക്കം ഗുരുജി ഗോൾവൽക്കറിന്റെ കരിസ്മ കണ്ടുകൊണ്ടാണ് സംഘത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് സംഘമല്ല എല്ലാ പരമ്പരകളിൽ പറഞ്ഞോട്ടെ സാർ, നമ്മുടെ എല്ലാ പരമ്പരകളിൽ ഗുരുവാണ് ആദ്യം. ഒരു കാര്യമുണ്ട്, RSSന്റെ ഗുരു എന്ന് പറയുന്നത് ഗുരുജി ഗോൾവൽക്കർ അല്ല. ഗുരുജി എന്നുള്ള പേരുണ്ട്. RSSനെ സംബന്ധിച്ചോളം ഗുരു എന്ന് പറയുന്നത് പരമപവിത്ര ഭഗവധ്വജമാണ്. രാഹുൽ ഈശ്വർ ആയിക്കോട്ടെ സാർ, എനിക്ക് ഗുരുജി ഗോൾവൽക്കർ അടക്കം വളർത്തിയ പ്രസ്ഥാനമാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി അങ്ങ് പറഞ്ഞല്ലോ ഒരു ഫാക്ട് ചെക്ക്. KR മൽക്കാനി പുതുച്ചേരിയുടെ ഗവർണറാണ് ആകുന്നത്, ആൻഡമാന്റെ അല്ല. KR മൽക്കാനി ആൻഡമാൻ നിക്കോബാറിന്റെ ഗവർണർ ജനറൽ. പുതുച്ചേരിയാണ്. അതെ, ആ സമയത്ത് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് കോഴിക്കോട് വന്നപ്പോൾ. എന്നാലും അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ബയോഗ്രഫിയിൽ ലെഫ്റ്റനന്റ് ഗവർണർ ഓഫ് പുതുച്ചേരി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ചെക്ക് ചെയ്തു. ലെഫ്റ്റനന്റ് ഗവർണർ ഓഫ് പുതുച്ചേരിയാണ് അദ്ദേഹം എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇനി യഥാർത്ഥത്തിൽ ഇതിലെ പ്രശ്നം എന്താ? അതായത് ഈ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് ഈ സവർണ ഹിന്ദുക്കളുടെ ഒരു കൺട്രോൾ മെക്കാനിസമാണ്. ഏതുപോലെ എന്ന് കൂടെ പറയാം. 18 വയസ്സാക്കണം 21 വയസ്സാക്കണം പെൺകുട്ടികളുടെ പ്രായം എന്ന് പറഞ്ഞൊരു ബില്ല് കൊണ്ടുവന്നല്ലോ, വലിയ കൊട്ടിഘോഷിച്ച്. കഴിഞ്ഞ ലോകസഭ ലാപ്സ് ആയപ്പോൾ ആ ബില്ല് ലാപ്സായി. എന്തുകൊണ്ടാണ്? ഏതെങ്കിലും രീതിയിൽ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യണം എന്നൊരു ആംഗിളിൽ നമ്മൾ പോകുന്നതിന് അർത്ഥമില്ല. യൂണിഫോം സിവിൽ കോഡ് സാറിന്റെ വാദം പറഞ്ഞല്ലോ, ഞാൻ തിരിച്ച് വാദം പറയട്ടെ. 2 തവണയായിട്ട് രാഹുൽ പറയുന്നുണ്ട് ഷാബു പ്രസാദ് മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന ഒന്നാണ് ഏകീകൃത സിവിൽ കോഡ് എന്നാണ് രാഹുൽ ഈശ്വറിന്റെ നിലപാട്. നമ്മൾ സംസാരിക്കണേ. നമ്മൾ കണ്ണടച്ചല്ലേ ഇരുട്ടാവൂ. ട്രൈബൽസിനെ എന്തിനാണ്? ട്രൈബൽസ് ഇന്ത്യക്കാരല്ലേ? ട്രൈബൽസ് ഭാരതീയരല്ലേ? അപ്പൊ ഒന്നുമില്ല. മറുപടി പറയട്ടെ സാർ. സാറിന്റെ വാദം പറഞ്ഞപ്പോ ഞാൻ കേട്ടോണ്ടിരുന്നില്ലേ? ആ വാദം ഇതൂടെ ഒറ്റ കാര്യം അത്രേ ഉള്ളൂ. 21 രാജ്യത്തെ പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 വയസ്സാക്കണം എന്നുള്ള നിയമം ഏതർത്ഥത്തിലാണ് മുസ്ലിങ്ങൾക്കെതിരാവുന്നത്? പറഞ്ഞാൽ മതി. എന്താ അത് കൊണ്ടുപിടിച്ച് പാസ്സാക്കാതെ സാർ? കഴിഞ്ഞ ലോകസഭ ലാപ്സ് ആക്കി.
അല്ല അതിവിടെ ഇതിന് ശരി, ഇനി അത് പറഞ്ഞുതരാം. എങ്ങനെയാണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. അതായത് എന്നും ഓർക്കുക, ലോകത്ത് ഇന്ത്യയിലല്ല എവിടെയാണെങ്കിലും പ്രായപരിധി വിവാഹത്തിന്റെ കൂട്ടുകാണെങ്കിൽ അതിനർത്ഥം സ്ത്രീ ശരീരത്തെ കൺട്രോൾ ചെയ്യുകയും ഫെർട്ടിലിറ്റി കുറയ്ക്കുകയും എന്ന തന്ത്രത്തോടെയാണ്. ഇതും ഗുരുജി ഗോൾവൽക്കർ പറയുന്നുണ്ട്. ഗുരുജി ഗോൾവൽക്കർ 1960s പറയുന്നുണ്ട്, ഇന്ത്യയിലെ ജനസംഖ്യാ നിയന്ത്രണ അജണ്ട പാശ്ചാത്യരുടെ താല്പര്യത്തിലാണ്, നമ്മുടെ താല്പര്യത്തിലല്ല. അതിനുശേഷം 50 വർഷത്തിന് ശേഷമാണ് ഒരു മോദിജിക്ക് പറയാൻ കഴിഞ്ഞത് ജനസംഖ്യ നമ്മുടെ ശക്തിയാണ്, ദൗർബല്യമല്ലെന്ന്. അതായത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ മാൽത്തൂസിയൻ തിയറി അടക്കം നമ്മളിൽ അടിച്ചേൽപ്പിച്ച് ഇന്ത്യയുടെ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് കുറയ്ക്കാനാണ് പാശ്ചാത്യർ ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ മോദിജിയാണ് ആദ്യമായി 50-70 വർഷങ്ങളിൽ ഒരു പ്രധാനമന്ത്രി നിന്ന് പറഞ്ഞത് ഇന്ത്യയുടെ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് നമ്മുടെ ശക്തിയാണ്, നമ്മുടെ ദൗർബല്യമല്ല. അതായത് പാശ്ചാത്യ ലോകത്ത് ഭയങ്കരമായി ജനസംഖ്യ കുറഞ്ഞു വരുന്നു. അമേരിക്കയിലടക്കം ഫെർട്ടിലിറ്റി റേറ്റ്സ് ഇല്ലാതാകുന്നു. സൗത്ത് കൊറിയയുടെ 0.88 ആണ്, ജപ്പാന്റെ 1.2 ആണ്. നമ്മുടെ കേരളത്തിൽ ഹിന്ദുക്കളുടെ ഫെർട്ടിലിറ്റി റേറ്റ് 1.2 ആണ്, മുസ്ലിങ്ങളുടെ 2.7ഉം ക്രിസ്ത്യാനികളുടെ 1.6ഉം. ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് മുസ്ലിങ്ങളുടെ പുറത്ത് കുതിര കയറാൻ നോക്കുകയാണ്. ഒരു കാര്യം കൂടെ ഓർക്കുക, മുസ്ലിം ജനസംഖ്യക്ക് യാതൊരു പ്രശ്നവുമില്ല, നോർമലും ഹെൽത്തിയാണ്. ഹിന്ദുക്കളുടെ ജനസംഖ്യ ഡ്രാസ്റ്റിക്കലി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് പത്തനംതിട്ട എല്ലാ വർഷവും ഇംപ്ലോഡ് ചെയ്ത് ഇല്ലാതാകുകയാണ്. മലപ്പുറത്തിന് ഒരു പ്രശ്നവുമില്ല. യഥാർത്ഥത്തിൽ പത്തനംതിട്ട ജനസംഖ്യ ഉത്സ്ഫോടനം നടക്കുകയാണ്. ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് ഈ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നാൽ നമുക്ക് ജനസംഖ്യയെ നിയന്ത്രിക്കാമെന്ന് പാവപ്പെട്ട താഴെയുള്ളവനെ പറഞ്ഞ് പറ്റിക്കുകയാണ്. അതായത് ശ്രീ രാഹുൽ ഈശ്വർ ഏകീകൃത സിവിൽ കോഡിലൂടെ മുസ്ലിങ്ങളുടെ വ്യക്തി നിയമം മാത്രം എടുത്തു കളയുന്നു, എന്നിട്ട് മറ്റ് മതങ്ങളുടെ വ്യക്തി നിയമം പിന്തുടരാൻ മുസ്ലിം വിഭാഗത്തോട് പറയുന്നു. ഇതാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അല്ല, അതിനോടൊപ്പം ഒരു കാര്യം കൂടെ മഞ്ജുഷിന് പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ, ഈ യൂണിഫോം സിവിൽ കോഡിന് പാലം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ശബരിമല വിധിന്യായം കൊണ്ടുവന്നത്. അത് അന്ന് BJPയുടെ രാജ്യസഭാ MP ആയിരുന്ന സുബ്രഹ്മണ്യ സ്വാമി വളരെ തുറന്നു തന്നെ പറഞ്ഞു, ശബരിമല വിധി യൂണിഫോം സിവിൽ കോഡിന്റെ ചവിട്ട് പടിയായി മാറണമെന്ന്. ഇപ്പോഴും ഫാർ റൈറ്റ് തീവ്ര വലതിൽ നിൽക്കുന്ന പല ആൾക്കാരും ശബരിമല വിധിന്യായത്തോട് യോജിക്കുന്നത് ദേശവ്യാപകമായ ഒരു യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള ചവിട്ടുപടിയാണ്. ഇത് കേൾക്കുന്ന സ്ത്രീകൾ നിങ്ങളോട് ഒരു ഇഷ്ടം ഉണ്ടായിട്ടല്ല, നിങ്ങളെ വെച്ച് ഒരു അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരുതരം നമ്മുടെ മനസ്സിലെ നാഗവല്ലിയാണ്. യഥാർത്ഥത്തിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ഗുരുജി ഗോൾവൽക്കർ പറഞ്ഞ ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് ഹിന്ദു മുസ്ലിം സാഹോദര്യമാണ്. ഒന്നും കൂടെ ഓർക്കണം, അന്ന് മുസ്ലിങ്ങളുടെ ഫെർട്ടിലിറ്റി റേറ്റ് 4.3 ആണ്, ഹിന്ദുക്കളുടെ 3.6 എന്തോ. ആ കാലത്തിൽ പോലും ഗുരുജി പറഞ്ഞു യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയെ നശിപ്പിക്കും. ഗുരുജി കൃത്യമായി, അതായത് KR മൽക്കാനിക്ക് കൊടുക്കുന്നുണ്ട്. KR മൽക്കാനി എന്ന സ്വയം സേവകൻ ഗുരുജിയോട് അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, ഗുരുജി എന്താ ഇങ്ങനെ പറയണേന്ന്. അപ്പം ഗുരുജി പറയാണ്, യൂണിറ്റി വേറെ, യൂണിഫോർമിറ്റി വേറെ, ഐക്യം വേറെ, ഏകരൂപത വേറെ. നമുക്ക് ഐക്യമാണ് വേണ്ടത്. ആ ഐക്യത്തിൽ ബഹുസ്വരത ഉണ്ട്. ആ വ്യത്യസ്തതകളെ കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് ഐക്യം ഉണ്ടാക്കണം, ഹിന്ദു മുസ്ലിം സാഹോദര്യം ഉണ്ടാകണം. ഗുരുജി ആദ്യകാലത്ത് ഈ GD സവർക്കർ, നമ്മുടെ VD സവർക്കർ അല്ല, GD സവർക്കറുടെ തെറ്റായ നിലപാടുകളിൽ സ്വാധീനപ്പെട്ട് കുറച്ച് തെറ്റായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അത് മോഹൻ ഭഗവത്ജി അടക്കം തള്ളി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഗുരുജിയുടെ ഉള്ളിലെ മഹാത്മാഗാന്ധിയാണ് സംസാരിക്കുന്നത്. നമുക്ക് ഹിന്ദു മുസ്ലിം സാഹോദര്യമാണ് ആവശ്യം, യൂണിഫോം സിവിൽ കോഡ് അല്ല. ഒരു വരി കൂടെ പറഞ്ഞു നിർത്താം. എന്നാൽ മതങ്ങളിൽ മാറ്റം വരണം. എങ്ങനെ വരണം? അവരുടെ ഉള്ളിൽ നിന്ന് വരണം. അങ്ങനെ അതാത് മതങ്ങളുടെ വ്യക്തി നിയമങ്ങളിൽ മാറ്റം വരുത്തേണ്ടത് അതാത് മതങ്ങളിൽ നിന്നുള്ള ചർച്ചകളിലൂടെയാണെന്ന്. ശരി, ശ്രീ ഷാഹുൽ പ്രസാദ് മറുപടി രാഹുൽ ഈശ്വർ ആവർത്തിക്കുകയാണ്, ഇത് മുസ്ലിം ജനതയെ പറ്റിക്കുന്നതിന് വേണ്ടിയാണ് നടത്തുന്ന ഒരു എക്സസൈസ് മാത്രമാണെന്ന്. അല്ല, അത് അദ്ദേഹം പലരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ കാലമായിട്ട് പറയുന്ന കാര്യമാണത്. ഈ രാജ്യത്തെ, അതായത് പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 വയസ്സാക്കുക, ആണുങ്ങളുടെയും പെൺകുട്ടികളുടെയും വിവാഹപ്രായം 21 വയസ്സാക്കുന്നത് എങ്ങനെയാണ് ലോജിക്കലി എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും അതിനെപ്പറ്റി പറയാനുണ്ടാവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് എങ്ങനെയാണ് മുസ്ലിം വിരുദ്ധമാവുക എന്നുള്ള ആ നറേറ്റീവ് എങ്ങനെയാണ്, എന്ത് ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇനി അതവിടെ നിൽക്കട്ടെ. കാര്യം ഇവിടെ പെൺകുട്ടികൾ പഠിക്കണം. അവർ 15, 16, 17, 18 വയസ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ വീട്ടിലേക്ക് കുട്ടികളും പെൺകുട്ടികൾ പഠിക്കുന്ന പ്രായമാണ്. ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയമാണത്. അവർ പഠിച്ച് അവർ വിദ്യാഭ്യാസം നേടി അവർ ഒരു ജോലിയിലേക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ആ പ്രാപ്തിയിലേക്ക് കടക്കുന്ന സമയത്ത് വേണം അവർ വിവാഹത്തിലേക്കും കടക്കാൻ എന്നുള്ള കാഴ്ചപ്പാടാണ് അവിടെ ഉള്ളത്. അല്ലാതെ 18 വയസ്സിൽ ഇടയ്ക്ക് വെച്ച് വിദ്യാഭ്യാസത്തിന്റെ ഇടയ്ക്ക് വെച്ച് കല്യാണം കഴിച്ചു വിടുക, കുട്ടികൾ ഉണ്ടാകുക, പിന്നെ അവരുടെ ജീവിതം എന്നേക്കുമായി അടുക്കളയിലും വീടിന്റെ അകത്തും മാത്രമായി ഒതുങ്ങിപ്പോവുക എന്നുള്ള കാഴ്ചപ്പാടല്ല അത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നുള്ള എനിക്ക് കാരണമൊക്കെ വെയിറ്റ് ചെയ്യൂ സാർ. ഇത് ലോകം അവസാനിച്ചിട്ടൊന്നും ഇല്ലല്ലോ. അതൊക്കെ ഇവിടെ ചെയ്യാൻ പോകുന്നുണ്ട്. ഇവിടെ സർക്കാരും ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യും.
അതായത് എന്താ നടപ്പാക്കാത്തത് ചോദിച്ചാൽ അതിന് നടപ്പാക്കാൻ ഇനിയും സമയമുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. പിന്നെ ഞാനിപ്പോൾ വേറൊരു ചോദ്യം ഇവിടെ ചോദിച്ചിരുന്നു. ഇവിടെ ഈ യൂണിഫോം സിവിൽ കോഡിന്റെ പെർവ്യൂവിന് പുറത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഇവിടെ 99% യൂണിഫോമായിട്ടാണെന്നേ നടക്കുന്നത്. നിയമങ്ങൾ എപ്പോഴും യൂണിഫോം ആയിരിക്കണം. ഇന്ത്യ മുഴുവനും ഒരു നിയമം തന്നെ ആയിരിക്കും. ഒരു കാര്യമുണ്ട്, ഇവിടെ ക്രിമിനൽ നിയമങ്ങൾ യൂണിഫോം നിയമങ്ങളല്ലേ? അവിടെ ശരീഅത്ത് നിയമങ്ങൾ വേണമെന്ന് ആരും പറയുന്നില്ലല്ലോ, പറയുകയുമില്ലല്ലോ, പറയാൻ പാടില്ലല്ലോ. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഈ രാജ്യത്തെ ക്രിമിനൽ നിയമങ്ങൾ ഒന്ന് തന്നെയല്ലേ? എന്നാൽ ശരീഅത്തിൽ ക്രിമിനൽ നിയമങ്ങൾ ഉണ്ടല്ലോ, മുസ്ലിങ്ങൾക്ക് അവരുടേതായ നിയമങ്ങളുണ്ടല്ലോ, ഖുറാനിലും ആയത്തുകളിലുമൊക്കെ. അത് നടപ്പാക്കണം എന്ന് അവർ പോലും പറയുന്നില്ലല്ലോ. ഇത് സത്യത്തില് ഈ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് മുഴുവനും എതിരാണ്, ഇവിടുത്തെ മുസ്ലിങ്ങളെ മുഴുവനും നാട് കടത്താനാണ്, അവരെ മുഴുവനും ടാർഗറ്റ് ചെയ്യാനാണ്, അവരെ അങ്ങ് ഇല്ലാതാക്കാനാണ് എന്ന ഒരു ഭീതി സൃഷ്ടിച്ച് അവരെ ആ ഭീതിയുടെ നിഴലിൽ നിർത്തി മുതലെടുക്കേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെയും പല ഈ രാഹുൽ ഈശ്വറിനെ പോലെ അല്ലെ രാഹുൽ പറയുന്ന തീവ്ര വലതുപക്ഷ ആശയമാണ് ഇതെന്നാണ്. തീവ്ര വലതുപക്ഷ ആശയമുള്ള താങ്കളെ പോലുള്ളവരാണ് ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നാണ് രാഹുലിന്റെ വാദം. ഗുരുജി അന്ന് തന്നെ നൽകിയിട്ടുണ്ട്. ഗുരുജി 50 വർഷം മുമ്പ് മറുപടി നൽകിയിട്ടുണ്ടല്ലോ. സിവിൽ ലോ എന്ന് പറഞ്ഞാൽ ലോ അല്ല. ഗുരുജി പറയുന്നതാണ് രാഹുൽ ഈശ്വർ അല്ല. സിവിൽ ലോ എന്ന് പറഞ്ഞാൽ ലോ അല്ല. സിവിൽ ലോ എന്ന് പറഞ്ഞാൽ വാക്കുകളാണ്. സിവിൽ ലോ എന്ന് പറഞ്ഞാൽ ലോ അല്ല, സാംസ്കാരികമായ പശ്ചാത്തലങ്ങൾ ലോയെ പോലും കണക്കാക്കണ്ട. പറയുന്നത് രാഹുൽ ഈശ്വർ അല്ല, ഗുരുജി ഗോൾവൽക്കറാണ്. നമ്മൾ എന്തിനാ കണ്ണടച്ചിട്ടാക്കുന്നത്? മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യാനും മുസ്ലിങ്ങളുടെ വീട് പൊളിക്കാനും മുസ്ലിങ്ങളുടെ പള്ളി പൊളിക്കാനും എല്ലാ പള്ളിയുടെയും താഴെ ആൾക്കാരുള്ള ഈ നാട്ടിൽ അത് വേണ്ട എന്ന് പറയുന്ന ഒരു ഗുരുജിയാണ് സർസംഘചാലകാണ് നല്ല സംഖ്യ. അതായത് കാണുന്ന എല്ലാ അമ്പലങ്ങളുടെയും താഴെ പോയി കാണുന്ന എല്ലാ പള്ളിയുടെ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ RSSന് വേണ്ടത്. അല്ലാതെ RSSനെ നന്മ പഠിപ്പിക്കേണ്ട. നിങ്ങള് പരിപാടിയാണ്. നമ്മൾ ഹിന്ദുക്കളെ പറ്റിക്കുകയാണ്. അതായത് മുസ്ലിം വിരോധം കാണിച്ച് നമ്മൾ ഹിന്ദുക്കളെ പറ്റിക്കുകയാണ് ഈ യൂണിഫോം സിവിൽ കോഡ്. ഇത് പറയുന്നത് ഗുരുജി ഗോൾവൽക്കറുമാണ്. ഇത് ഓർത്തിരുന്നാൽ മതി. സാധാരണക്കാരനായ പാവപ്പെട്ട സ്വയംസേവകനെ, സാധാരണക്കാരനായ പാവപ്പെട്ട BJP-കാരനെ പറ്റിക്കുകയാണ്. മുസ്ലിം വിരോധം കാണിച്ച് ഞങ്ങളെന്തോ വലിയ കാര്യം ചെയ്തു വരുത്തി തീർക്കാൻ വേണ്ടി പാവപ്പെട്ട ഈ നാട്ടിലുള്ള സ്വയംസേവകനെയും BJP-കാരനെയും പറ്റിക്കുകയാണ്. ഓരോ സ്വയംസേവകനും BJP-കാരനും തിരിച്ചറിയണം. യൂണിഫോം സിവിൽ കോഡ് നിങ്ങളെ പറ്റിക്കുകയാണ്, മുസ്ലിങ്ങളെ ദ്രോഹിക്കുകയാണ്. ശരി, നിങ്ങൾ തമ്മിൽ തർക്കം വേണ്ട. ശ്രീ റോണി കെ ബേബി, അല്ല, വലതുപക്ഷ ആശയങ്ങൾ പിന്തുടരുന്നവർക്കിടയിൽ പോലും ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് കടന്നു വരികയാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഷാബു രാഹുൽ, താങ്കളിലേക്ക് രണ്ടുപേരിലേക്ക് വരാം. ശ്രീ റോണി കെ ബേബി, ഏകീകൃത സിവിൽ കോഡിലെ ചില പ്രധാന വ്യവസ്ഥകൾ ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ നടപ്പിലാക്കിയ ഏകീകൃത സിവിൽ കോഡിലെ ചില വ്യവസ്ഥകൾ ഇങ്ങനെയാണ്. അതിൽ വിവാഹത്തെ കുറിച്ചുള്ളത് ചർച്ചയിലേക്ക് വരാം. ശ്രീ രാഹുൽ ഈശ്വർ, ഷാബു പ്രസാദ് ഒന്ന് നിർത്തൂ. ശ്രീ റോണി കെ ബേബി, ഇതിൽ വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ വിവാഹം നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണം. പുരുഷൻ 21 വയസ്സും സ്ത്രീക്ക് 18 വയസ്സും പൂർത്തിയാകണം. 2010 മാർച്ച് 26 മുൻപോ സംസ്ഥാനത്തിന് പുറത്തോ നടന്ന വിവാഹങ്ങൾ 6 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം. ഇതിനകത്ത് എന്താ പാകത? പിന്തുടർച്ചാവകാശത്തിന്റെ കാര്യത്തിൽ ആൺമക്കൾക്കും പെൺമക്കൾക്കും തുല്യ അവകാശം.
സ്വത്തവകാശത്തിന്റെ കാര്യത്തിൽ മരണശേഷം സ്വത്ത് വിഭജനത്തിൽ ഭാര്യയ്ക്കും കുട്ടികൾക്കും മാതാപിതാക്കൾക്കും തുല്യാവകാശം. ബഹുഭാര്യത്വത്തിന് നിരോധനം. ബാലാവകാശം. സംസ്ഥാനത്ത് പിറക്കുന്ന മുഴുവൻ കുട്ടികൾക്കും തുല്യാവകാശം. അതായത് ദത്തെടുക്കപ്പെട്ടവരോ വാടക ഗർഭധാരണത്തിലൂടെ ജനിച്ചവരോ ഉൾപ്പെടെ എല്ലാ കുട്ടികൾക്കും തുല്യാവകാശം. ഇതാണ് യൂണിഫോം സിവിൽ കോഡ് ഉത്തരാഖണ്ഡിൽ നിലവിൽ വന്നതിലെ ചില സുപ്രധാനമായ വ്യവസ്ഥകൾ. ഇതിലും അപാകത കാണുകയാണല്ലോ പ്രതിപക്ഷം. പക്ഷേ യൂണിഫോം സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ രണ്ട് നിലപാട് പലപ്പോഴും കോൺഗ്രസ് വെച്ച് പുലർത്താറുണ്ട്. അത് വടക്കേ ഇന്ത്യയിൽ ഒരു നിലപാടും തെക്കേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ മറ്റൊരു നിലപാടും. അത് പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് കാലം അല്ലാത്തത് കൊണ്ട് ഇപ്പോൾ പരസ്യമാകുന്നില്ല എന്നേ ഉള്ളൂ. മഞ്ജുഷേ, നമ്മൾ ഇപ്പോൾ യാഥാർത്ഥ്യത്തിൽ നിന്നും ഒരുപാട് മാറിയുള്ള ചർച്ചകളിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ കാലം തൊട്ടുള്ള ചർച്ചകൾ, വളരെ വിശദമായ ചർച്ചകൾ തൊട്ട് നമ്മൾ പരിശോധിച്ചാൽ അന്ന് വളരെ കൃത്യമായി തന്നെ ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പറഞ്ഞത് എന്തറിയോ? ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് ഇതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല. അന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ മാർഗനിർദ്ദേശ തത്വങ്ങളിൽ ആർട്ടിക്കിൾ 44 ഉൾപ്പെടുത്തുമ്പോൾ നെഹ്റുവിനും അംബേദ്കറിനും ഉണ്ടായിരുന്ന കൃത്യമായ ലക്ഷ്യം, അവർ യൂണിഫോം സിവിൽ കോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഇന്ത്യയിലെ ഹിന്ദു നിയമങ്ങളുടെ ഏകീകരണമാണ്. കാരണം അത്രമാത്രം വൈജാത്യങ്ങളും വൈവിധ്യങ്ങളുമാണ്. ഏകദേശം 19,000-ഓളം ജാതികളിലായി വ്യത്യസ്തങ്ങളായി കിടന്നിരുന്ന നിയമങ്ങളെ ക്രോഡീകരിക്കുക എന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയ വെല്ലുവിളി. അതുകൊണ്ടാണല്ലോ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ഉടൻ തന്നെ അംബേദ്കർ നിയമമന്ത്രിയായി ചുമതല ഏറ്റെടുത്തുകൊണ്ട് അവർ ചെയ്ത പ്രധാനപ്പെട്ട ദൗത്യം എന്തായിരുന്നു? ഇവിടെ ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവരുന്നതായിരുന്നു. അന്ന് അതിശക്തമായ എതിർപ്പായിരുന്നു. നമുക്കറിയാം. ഏറ്റവും എനിക്ക് സന്തോഷമുണ്ട്, ഇന്ന് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തും ഒക്കെ ആ ഹിന്ദു കോഡ് ബില്ലിന്റെ പുതിയ പതിപ്പ് കൊണ്ടുവരുമ്പോൾ ഇന്ന് RSS ഒക്കെ നിലപാട് എന്തായിരുന്നു? ഇന്ന് രാഹുൽ ഈശ്വറൊക്കെ ഗുരുജി ഗോൾവാൾക്കറിനെ കുറിച്ചൊക്കെ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ഞാനും സന്തോഷിക്കുകയാണ്. കാരണം എന്താ, അന്ന് എടുത്ത നെഹ്റുവിന്റെ സ്റ്റാൻഡ് അതിനെതിരായിരുന്നു അന്ന് RSSന്റെ നിലപാട്. അന്ന് ദ്വാരക ശങ്കരാചാര്യരൊക്കെ മുന്നിൽ നിർത്തി പാർലമെന്റ് വളഞ്ഞുകൊണ്ട് ഹിന്ദുക്കളുടെ മേൽ വന്നു പതിക്കാൻ പോകുന്ന ആറ്റം ബോംബാണ് ഹിന്ദു കോഡ് ബില്ല് എന്ന് പറഞ്ഞവരാണ് RSS. അന്ന് ഈ സാധ്യമായ എല്ലാ സമരങ്ങളും അതിനെ ചെയ്യാൻ ആഹ്വാനം ചെയ്തു വരാം. അതുകൊണ്ടാണല്ലോ പാർലമെന്റിൽ ഹിന്ദു കോഡ് ബില്ല് ആദ്യം പരാജയപ്പെട്ടത്. അതിനുശേഷം 1ാം ലോക്സഭാ തെരഞ്ഞെടുപ്പില് നെഹ്റുവിന്റെ ഏറ്റവും അജണ്ട അദ്ദേഹം മുന്നോട്ട് വെച്ചത്, അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഹിന്ദു കോഡ് ബിൽ നടപ്പാക്കുന്ന. ഇപ്പോൾ ഇവിടെ ഈ ഉത്തരാഖണ്ഡിൽ നടപ്പാക്കിയ ബില്ലിൽ ഞാൻ പുതുതായി കാണുന്ന 2-3 കാര്യങ്ങളേ ഉള്ളൂ. അത് 1957-58 ഈ രാജ്യത്തും ഇല്ല ലോകത്തും ഇല്ലായിരുന്നു. ഒന്ന് വാടക ഗർഭധാരണം, 2 ഈ പറയുന്ന ലിവിംഗ് ഇൻ റിലേഷൻഷിപ്പ്. ഈ 2 കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ പുതിയ ബില്ലിൽ കാണുന്നുള്ളൂ. അല്ലാതെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 57-58 ആ ഹിന്ദുക്ക് പിന്നെ വന്ന് വ്യാഖ്യാനം എന്താ? ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം വളരെ വ്യക്തമാണ്. 50-കളിലും 60-കളിലും നമ്മുടെ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ പോലും ഉയർത്തിപ്പിടിച്ചിരുന്നത് ഇവിടുത്തെ ബഹുസ്വരതയാ. ഞാൻ കൃത്യമായി പറയാം. 1954 ശിരൂർ മഠം കേസ്, ഇത് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഹക്സർ ഉണ്ട്, അദ്ദേഹത്തിന് വിശദമായി അറിയാം. ആ ശിരൂർ മഠം കേസ് സുപ്രീം കോടതി അസലക്റ്റുമായി പറഞ്ഞത് എന്താ? ഓരോ മതങ്ങളുടെയും ആചാരങ്ങൾ പ്രതിവച്ചുകൊണ്ടായിരിക്കണം അവരുടെ നിലപാടുകൾ. ഇനി റിഫോർമേറ്റീവ്, ഓരോ മതങ്ങളുടെ ഉള്ളിൽ നിന്നും അവർക്ക് ആവശ്യമായിട്ടുള്ള റിഫോംസ്, ഓരോ വിഭാഗങ്ങളുടെ ഉള്ളിൽ നിന്നും അവർ തന്നെ നിർദ്ദേശിക്കുന്ന രീതിയിലായിട്ടുള്ള റിഫോംസ്. അതിന് മുകളിൽ രാജ്യം ഒരു ഏകീകൃത നിയമവും നിലപാടും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അത് തന്നെയാണ് 1959 ദർഗാ സൊസൈറ്റി കേസിൽ വരുന്നത്. പക്ഷെ ഇതിന്റെ ജഡ്ജ്മെന്റ് എപ്പോഴാണ് മാറുന്നത്? 80-കളിൽ ഹിന്ദുത്വ രാഷ്ട്രീയം ഇന്ത്യയിൽ ശക്തിപ്പെട്ടു വരുന്നു. ജസ്റ്റിസ് വർമ്മയെ പോലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായ ജഡ്ജിമാർ സുപ്രീം കോടതിയിൽ അധികാരത്തിലെത്തുന്നു. അവിടെ തൊട്ടാണ് ഈ പറയുന്ന യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി മുഴുവനാണെന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനം നടത്തുന്നത്. 1950 മുതൽ 1986 വരെ 36 വർഷം ഇന്ത്യയുടെ ഭരണഘടനയില് ഇന്ത്യയുടെ സുപ്രീം കോടതി വിധികളിലൊന്നും ഈ പറയുന്ന യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ എല്ലാ മതങ്ങൾക്കും വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടില്ല. ഇതെല്ലാം എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്കിടയിൽ ഒരു ഏകീകൃത നിയമസഭ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ RSS BJP വളരെ കൃത്യമായി അതുകൊണ്ടാണ് ഉത്തരാഖണ്ഡ് എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു. ഞാൻ ചൂണ്ടിക്കാണിച്ചു ഇവരെന്തുകൊണ്ട് ഗുജറാത്ത് എടുത്തില്ല, ശരി ശ്രീ ഷാബു, ഹിന്ദുത്വത്തിന്റെ കളിത്തൊട്ടിലായി മാറുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അതുകൊണ്ട് ഉത്തരാഖണ്ഡ് ആദ്യം തെരഞ്ഞെടുത്തു. ഇതാണ് പ്രതിപക്ഷത്തിന്റെ വാദം. ഈ വൈവിധ്യങ്ങളില്ല ഉത്തരാഖണ്ഡ്, വൈവിധ്യങ്ങളില്ല. അവിടുത്തെ ജനസംഖ്യ, അതായത് ഓരോ സംസ്ഥാനവും അതാത് സമയത്ത് അവർ തീരുമാനിക്കും അവിടെ എപ്പോൾ നടപ്പാക്കണം, അവിടെ എങ്ങനെ ചെയ്യണമെന്നുള്ളത് സംസ്ഥാനങ്ങളുടെ ചോയ്സാണ്. അതിനനുസരിച്ച് അവർ തീരുമാനിച്ചോളും. അല്ലാതെ ഇവിടുന്ന് BJP സെൻട്രൽ നേതൃത്വം ആദ്യം ഉത്തരാഖണ്ഡ് പോട്ടെ, പിന്നെ മധ്യപ്രദേശ് പോട്ടെ, പിന്നെ ഗുജറാത്ത് പോട്ടെ, ഇങ്ങനെ പറയുകയല്ല ചെയ്യുന്നത്. അവിടെ സംസ്ഥാനങ്ങൾക്ക് എപ്പോൾ എങ്ങനെ എവിടെ നിയമം ഉണ്ടാക്കണമെന്നും നടപ്പാക്കണമെന്നും ഉള്ളതിന് വ്യക്തമായ ധാരണയുണ്ട്. അതിനനുസരിച്ച് അവർ ചെയ്തോളൂ. പിന്നെ ഇവർക്ക് ഓരോ വ്യാഖ്യാനങ്ങളും ഓരോ നറേറ്റീവുകളും ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ എല്ലാവർക്കും ഉണ്ട്. സ്വാഭാവികമായിട്ട് അതിനെ എതിർക്കുന്നവർ അതിൻ്റെതായ കാരണങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളതല്ലാതെ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഷാബു പ്രസാദ്, ഒറ്റ ചോദ്യം മാത്രം.
ഈ ഉത്തരാഖണ്ഡ് നിയമസഭ അല്ലെങ്കിൽ ഗവൺമെന്റ് ഇന്ന് അവിടെ നടപ്പാക്കിയ ഈ നിയമത്തിൽ ഏതെങ്കിലും പുതുമയുള്ള ഒരു നിർദ്ദേശം അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാമോ? 18 വയസ്സ് 21 വയസ്സ് അല്ലെങ്കിൽ വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ ബഹുഭാരിത്വം നിരോധിക്കണം, ശൈശവ വിവാഹം നിരോധിക്കണം. ഇതൊക്കെ എത്രയോ പതിറ്റാണ്ടുകൾ നമ്മുടെ രാജ്യത്തുള്ളതാ. അല്ലാതെ ഈ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് പിന്നെന്താ നിങ്ങളുടെ പ്രശ്നം? ഞാനോട് കൃത്യമായി നിങ്ങളുടെ പ്രശ്നം ഏകീകൃത സിവിൽ കോഡ് നിങ്ങളുടെ പ്രശ്നം ശരി. അതാ നിങ്ങൾ എന്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കി? അതാ ചോദ്യം. നിങ്ങൾ എന്ത് ഏകീകൃത പിന്നെ എന്താണ് സാർ നിങ്ങളുടെ പ്രശ്നം? ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കി അഭിമാനിക്കുന്നു, ഇന്ത്യ നടപ്പാക്കാൻ പോകുന്നു അഭിമാനിക്കുന്നു. നിങ്ങൾ അതിന്റെ അതിന്റെ ഉത്തരമാണ് ഞാൻ ചോദ്യമായിട്ട് അങ്ങോട്ട് ചോദിച്ചത്. പിന്നെ എന്തിനാ നിങ്ങൾ ഈ കിടന്ന് ബഹളം വെക്കുന്നത്? ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ അജണ്ട, കാരണം നിങ്ങൾക്കറിയാം ഇന്ത്യ നടപ്പാക്കാൻ പറ്റത്തില്ല എന്ന് നിങ്ങൾക്കറിയാം. അതിന് പകരം നിങ്ങൾ ഇവിടെ എന്തൊക്കെയോ റോണി സാറ് പറഞ്ഞ എല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്ന്. ഇപ്പൊ റോണി സാർ പറഞ്ഞല്ലേ ഉള്ളൂ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്ന്. കോൺഗ്രസ് നിലപാട് എന്താണെന്നറിയോ? ഏകീകൃത സിവിൽ കോഡ് ഈ BJP പറയുന്ന രീതിയിലുള്ള യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യ മഹാരാജ്യത്ത് നടപ്പാക്കാൻ പറ്റത്തില്ല, നടപ്പാക്കാൻ മറുപടി പറഞ്ഞോട്ടെ. അല്ല, ഇത് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാൻ പറ്റൂ ഇല്ലയോ എന്നുള്ളതല്ല. യൂണിഫോം സിവിൽ കോഡ് എന്ന ആശയം ചീത്തയാണ്, അതിന്റെ ആത്മാവ് നല്ലതല്ല. ആ യൂണിഫോമിറ്റി രാജ്യങ്ങളുടെ നാശമാണ്. ഗുരുജിയുടെ കൃത്യ സ്റ്റാൻഡ് പറഞ്ഞാൽ ഏകരൂപത രാഷ്ട്രോം കെ ഖിലാഫ്. ഈ ഏകരൂപത എന്ന് പറയുന്നത് രാഷ്ട്രങ്ങളുടെ മരണമണിയാണ്. കൃത്യം ഒരു ഹിന്ദി വാക്ക് യൂസ് ചെയ്യുന്നില്ല, ഞാൻ വിട്ടുപോയി. ഈ ഏകരൂപത രാഷ്ട്രങ്ങളെ ഇല്ലാതാക്കും. ലോകത്ത് എല്ലാ രാജ്യത്തും വൈവിധ്യം വേണം. യൂണിഫോമിറ്റി എന്ന ആശയം തെറ്റാണ്. യൂണിറ്റിയാണ് നമുക്ക് വേണ്ടത്. മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ അത് തന്നെ പറയുമായിരുന്നു. യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രശ്നം എന്താ? ഹിന്ദു ഫെർട്ടിലിറ്റി റേറ്റ് കുറയുന്നുണ്ട്, അതാരും അഡ്രസ് ചെയ്യുന്നില്ല. അതാണ് അതിലെ പ്രശ്നം. ഈ ഒരു ഭാഗം, അതായത് വലതുപക്ഷം ദേശീയവാദികളാണെന്ന് മാത്രം പറയുകയും താങ്കൾ അടക്കമുള്ള ഒരു മതേതരവാദികളായി മാത്രം പറഞ്ഞു നിൽക്കുമ്പോൾ ഹിന്ദുക്കളുടെ ജനുവനായ പ്രശ്നങ്ങൾ, ജനസംഖ്യയുടെ പ്രശ്നം, ഫെർട്ടിലിറ്റി ഇല്ലാത്ത പ്രശ്നം, കേരളത്തിലാണെങ്കിൽ ആത്മഹത്യ, മദ്യപാനം, മയക്കുമരുന്ന്, ഇത് ഹിന്ദുക്കളുടെ കൂടുതലാണ്. ജനുവിൻ ഹിന്ദു പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാതെ മുസ്ലിം വിരോധത്തിന്റെ പുറത്തു പോകുന്നു. അതായത് ഈ ഹലാൽ ജിഹാദ്, തുപ്പൽ ജിഹാദ്, ലവ് ജിഹാദ്, ഇതൊക്കെ ഉണ്ട് എന്ന് പറയുന്ന ചീപ്പ് സാധനം കുറച്ചുകൂടെ ഭരണഘടനയുടെ മുഖം മൂടിയിട്ട് ബ്രഷ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് യൂണിഫോം സിവിൽ കോഡ്. ഇത് അറിയുന്നവരെല്ലാം തിരിച്ചറിയുന്നതാണ്. ഈ യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് ഹിന്ദുക്കൾക്ക് ഒരു ഗുണവും ഇല്ല. ഈ യൂണിഫോം സിവിൽ കോഡ് മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാനും പാവപ്പെട്ട ഹിന്ദുക്കളെ എന്തോ ചെയ്തു എന്ന് ധരിപ്പിക്കാനും വേണ്ടി ചെയ്യുന്ന ഒരു സാധനമാണ്. ഹിന്ദുക്കൾക്ക് ഗുണം കിട്ടുന്നതിന് വേണ്ടിയാണോ ശ്രീ ഷാബു പ്രസാദ് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്നത്? ഇപ്പോൾ രാഹുൽ പറയുന്നു ഹിന്ദുക്കൾക്ക് ഒരു ഗുണവും കിട്ടുന്നില്ല എന്ന്. എന്റെ മഞ്ജുഷേ, ഇവിടുത്തെ ലോജിക്ക് എത്രമാത്രം സിമ്പിളാണ്. ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാരുടെയും അവകാശങ്ങൾ ഒന്നായിരിക്കണം. എനിക്കും എൻ്റെ മകനും ഉള്ള അതേ അവകാശം രാഹുൽ ഈശ്വറിന്റെ മകനും ഉണ്ടാവണം. എന്റെ കൂട്ടുകാരനും ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് സാർ, അത്രയേ ഉള്ളൂ. അതറിഞ്ഞില്ല. അതായത് ഈ രാജ്യത്തെ ഓരോ പൗരനും എനിക്കില്ലാത്തൊരവകാശം വേറൊരാൾക്ക് ഉണ്ടാകാനും പാടില്ല, അയാൾക്കില്ലാത്തൊരു അവകാശം എനിക്കും ഉണ്ടാകാൻ പാടില്ല. നിയമങ്ങളുടെ കാര്യത്തിൽ ഒരു കോടതിയുടെ മുമ്പിൽ വരുമ്പോൾ ആ അവകാശം തുല്യമായിരിക്കണം. അത് ഇത്രമാത്രം ലളിതമായ ഒരു കാര്യത്തിന്റെ മേളിൽ നമ്മൾ ഇങ്ങനെ കിടന്ന് കെട്ടിമറിയേണ്ട കാര്യമില്ല. ഇത് നിയമമാണ്, നിയമം ഒന്നായിരിക്കണം, അത്രേ പറഞ്ഞുള്ളൂ. അവിടെ യൂണിഫോമിറ്റി അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഡൈവേഴ്സിറ്റിയെ നിഷേധിക്കുന്നു എന്നൊക്കെ പറയുന്നത് അതിന്റെയൊക്കെ അജണ്ട വേറെയാണ്. അത് നമുക്ക് മനസ്സിലാവുന്ന അത് നമ്മുടെ രഹന ഫാത്തിമ എനിക്ക് അയ്യപ്പനെ കാണണമെന്നാണ്. എനിക്ക് എന്താ അയ്യപ്പനെ കണ്ടുകൂടെ? അയ്യപ്പ സ്ത്രീ വിരോധിയാണോ? അയ്യപ്പൻ എന്താ എന്നെ എതിർക്കുന്നത് എന്ന ലളിതയുക്തി അല്ല സാർ. ആത്മാർത്ഥമായി നമ്മൾ സംസാരിക്കണം. ഈ രാജ്യത്തെ മുന്നോട്ടുള്ള വൈവിധ്യം നിലനിൽക്കണം. നമ്മുടെ മുസ്ലിങ്ങളെ ഈ രീതിയിൽ പീഡിപ്പിച്ച് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ യൂത്ത്ലെസ് ആണ്. തന്നെയാണിത്. അത് മാത്രം മതി, അത്രമാത്രം ലളിതമായ ലളിതയുക്തി കൊണ്ട് രാജ്യം മുമ്പോട്ട് പോവില്ല. ഈ രാജ്യം അത്ര സങ്കീർണമാണ്. അതുകൊണ്ടാണ് അമിത്ഷാജി ട്രൈബൽസ് വേണ്ടെന്ന് പറഞ്ഞത്. എന്താ ട്രൈബൽസ് നമ്മുടെ നാട്ടുകാരല്ലേ? ഇപ്പോൾ ആദിവാസികളെ ഒഴിവാക്കിയിട്ടുണ്ടല്ലോ, ഉത്തരാഖണ്ഡിൽ ആദിവാസികളെ ഒഴിവാക്കിയിട്ടുണ്ട്. പൊതുവ്യക്തി നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ആദിവാസികളെ ഒഴിവാക്കിയിട്ടുണ്ട് ശ്രീ ഷാബു പ്രസാദ്. ട്രൈബൽസിനെ വീണ്ടും നമ്മുടെ മുഖ്യധാരയിലേക്ക്, ആ രീതിയിലേക്ക് ഇനിയും അവർ ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ട്. അവരെ കൊണ്ടുവന്ന് അങ്ങനെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമേ അത് സാധിക്കുകയുള്ളൂ.
അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെതായ സമയമാണ് എടുക്കുന്നത്. അതായത് അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ അത് അങ്ങനെ തന്നെ നടക്കട്ടെ, അതിൽ മാറ്റം വരുത്തേണ്ട എന്ന്. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ കുഴപ്പമില്ല. യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള നയമാണത്. അത് യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള കാര്യമാണ്. നമ്മുടെ രാജ്യത്തിന്റെ മുഖ്യധാരയിലെ പൊതുസമൂഹത്തിലേക്ക് ട്രൈബൽസിനെയും കൂടെ നമ്മൾ എത്തിക്കേണ്ടതുണ്ട്. അതിന് ഇനിയും കാലങ്ങൾ എടുക്കും. അത് ആ ഒരു യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള കാഴ്ചപ്പാടാണത്. നമുക്ക് ബാക്കിയുള്ളവരെ വഞ്ചിച്ച ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് മനസ്സിലാകും. പക്ഷെ നമ്മൾ ആത്മവഞ്ചന നടത്തി സ്വയം പറ്റിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല. ആത്മവഞ്ചന നടത്തരുത്. യഥാർത്ഥത്തിൽ ഇത് കേൾക്കുന്ന സാധാരണ ഹിന്ദുക്കളോടാണ്. ഈ ആത്മവഞ്ചന നടത്തുന്നത് ആരാണെന്ന് ഗുരുജി ഗോൾവൽക്കറുടെ വാക്കുകൾ വായിച്ചാൽ മതി. ഈ ആത്മവഞ്ചന നടത്തുന്നത് ആരാണെന്ന് ഗുരുജി ഗോൾവൽക്കറുടെ വാക്കുകൾ വായിച്ചാൽ മാത്രം മതി. നമ്മൾ ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറയുന്നത് കാരണം മുസ്ലിങ്ങളുടെ ജനസംഖ്യ വാദഗതി നാട്ടുകാർ കേൾക്കട്ടെ. ഈ നാട്ടുകാർ ബാക്കിയുള്ളൊരു വാദഗതിയും കൊണ്ടേ നമ്മൾ ഹിന്ദുക്കളെ ശ്രദ്ധിക്കണം. നമ്മൾ ഹിന്ദുക്കൾക്ക് ഒരു ഗുണവുമില്ല എന്ന് മാത്രമല്ല, നമ്മുടെ മുസ്ലിങ്ങളെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യാനും അവരെ പ്രകോപിപ്പിക്കാനും അവരെ കൂടുതൽ കൂടുതൽ തള്ളി അകറ്റാനും വേണ്ടി ചെയ്യുന്നതാണ്. നമുക്കിതുകൊണ്ട് ഒരു കാര്യമില്ല. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനി ഹിന്ദുക്കളുടെ പൊള്ളൽ എന്താന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ശബരിമലയിൽ ഇതേപോലെ ഒരുപാട് ഫെമിനിസ്റ്റുകളും മറ്റും കയറി ഞങ്ങൾക്ക് അയ്യപ്പനെ കാണണമെന്ന് പറഞ്ഞല്ലോ. ജീവിതത്തിൽ ഒരു അമ്പലത്തിലും പള്ളിയിലും പോകാത്ത കയറി നമ്മുടെ അടുത്ത് അലമ്പാൻ വന്നല്ലോ. അന്ന് നമുക്കുണ്ടായ പൊള്ളലാണ് ഒരു മുസ്ലിമിൽ നിന്നുണ്ടാകുന്നത്. അന്ന് ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും നമ്മളോടൊപ്പം നിന്നു. മുസ്ലിം ലീഗിന്റെ അടക്കമുള്ള ആൾക്കാർ അവരുടെ പച്ച പതാക ഏന്തി ശബരിമല പ്രക്ഷോഭരെ സപ്പോർട്ട് ചെയ്തു. അതേപോലെ മുസ്ലിങ്ങൾക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഓരോ ഹിന്ദുവിന്റെയും ധർമ്മം, ഓരോ ഭാരതീയന്റെയും കർമ്മം. ഈ ആത്മവഞ്ചന ചില ആൾക്കാർ നടത്തുന്നുണ്ട്. അത് ആത്മവഞ്ചനയാണ്, സ്വയം പറ്റിക്കലാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവർ റിഗ്രറ്റ് ചെയ്യും. അവർ ഗുരുജി ഗോൾവൽക്കർ എന്ന RSSന്റെ സർസംഘാലകനെ വായിച്ചാൽ മതി. ഈ പറയുന്നത് മുഴുവൻ കള്ളമാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കള്ളമാണ്. പച്ചക്കള്ളം വീണ്ടും വീണ്ടും പറഞ്ഞ് സ്വയം കൺവിൻസ് ചെയ്യാൻ നോക്കുകയാണ്. ഈ യൂണിഫോമിറ്റി രാഷ്ട്രോം കെ ഖിലാഫ് അല്ലെങ്കിൽ ഈ രാജ്യങ്ങളുടെ നാശത്തിലേക്ക് നയിക്കും. ആ യൂണിഫോം സിവിൽ കോഡ് കാലകൂട വിഷമാണ്. അത് തിരിച്ചറിയാൻ നമുക്ക് ഹിന്ദുക്കൾക്ക് കഴിയണം. നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ശരി, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ ഷാബു പ്രസാദ്, അഡ്വക്കേറ്റ് BN ഹസ്കർ, ശ്രീ റോണി കെ ബേബി. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: ഏകീകൃത സിവിൽ കോഡ് വരുന്നതിനോട് യോജിപ്പുണ്ടോ? യോജിപ്പുണ്ടെന്ന് 55% പ്രേക്ഷകർ, ഇല്ല എന്ന് 42%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി.